2023 തികക്കാൻ നമ്മൾ എത്ര പേരുണ്ടാകും? 2024 നമ്മുടെ മരണത്തിന്റെ വർഷം കുറിക്കപ്പെട്ടതായിരിക്കുമോ? റബ്ബിന് മാത്രം അറിയുന്ന കാര്യമാണ്. പക്ഷേ മരണം തൊണ്ടക്കുഴിയിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ നന്നാകണം, കേൾക്കണം, ചിന്തിക്കണം, പഠിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ പറയും, കൊതിക്കും. അവസരം കിട്ടൂല. ഒരു മനുഷ്യനും അവന്റെ സമയം ഒരു സെക്കൻഡ് നേരത്തേക്ക് നീട്ടിക്കൊടുക്കൂല, ഒരു സെക്കൻഡ് നേരത്തേക്ക് നേരത്തെയാകൂല. കൃത്യസമയം പാലിച്ച് മരണത്തിന്റെ മാലാഖ നമ്മളെ പിടികൂടുന്നു. നമ്മളൊക്കെ വെള്ളിയാഴ്ചകളിൽ കേൾക്കാറുള്ള സൂറത്തല്ലേ സൂറത്തു സജ്ദ. ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ആർക്കാ തർക്കമുള്ളത്? നബിയെ പറയണം, മരണത്തിന്റെ മാലാഖ അവരെ വന്ന് ഏറ്റെടുക്കുന്നതാണ്. അവിടെ അവസാനിക്കൂല, റബ്ബിലേക്ക് അവരെ മടക്കുന്നതാണ്. ആ മടങ്ങി പോകുന്ന സമയത്ത് ചിലരൊക്കെ പറയാൻ തുടങ്ങും, ഒരവസരം തരുമോ, കുറച്ച് സെക്കൻഡുകൾ തരുമോ, ഏതാനും മണിക്കൂർ മാത്രം ഒന്ന് തരുമോ? ആയുസ് മുഴുവൻ ജീവിച്ച് ദുനിയാവിലൂടെ നടന്നു, കുറെ തിന്നു, കുറെ കിടന്നു, കുറെ ഉറങ്ങി, ഒരുപാട് ആവശ്യങ്ങൾക്കുമായി സമയം ചെലവഴിച്ചപ്പോ മരണത്തിന്റെ സമയത്ത് മനുഷ്യർ പറയുന്ന വിലാപമാണ്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. വീട്ടിൽ പോയൊന്ന് ഒറ്റക്കിരുന്ന് ഒരു 4 തവണ നിങ്ങളൊന്ന് ഓതി നോക്ക്. സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാനത്തെ ഭാഗത്ത്, റബ്ബേ എനിക്കൊരൽപ്പം സമയം തരുമോ? മണിക്കൂറുകൾ ഫോണിൽ കളിച്ചിരുന്നു, പ്രശ്നം തോന്നിയില്ല. ബസ് സ്റ്റോപ്പിലും അങ്ങാടിയിലും എത്ര മണിക്കൂർ പോയിരുന്നാലും അവന് സമയം പോയത് അറിയണില്ല. വഴികളിൽ, അങ്ങാടികളിൽ അവിടെ ഇവിടെയായി നടന്ന് അപ്പുറം ഇപ്പുറം പോയിരുന്ന് സമയം കളഞ്ഞപ്പോൾ പ്രശ്നം തോന്നിയില്ല. മരണത്തിന്റെ മാലാഖ വന്ന് പിടിക്കുമ്പോ പറയാണ്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ദിവസം ചോദിക്കണില്ല, ഒരു മാസം ചോദിക്കണില്ല, ഒരു കൊല്ലം ചോദിക്കണില്ല, കുറച്ച് സമയത്തേക്കൊന്ന് നീട്ടിത്തരാൻ പറ്റുമോ? മറുപടി, അള്ളാഹുവിന്റെ മറുപടി അവിടെ നിന്ന് പറയുന്നത് എന്താ? ഒരിക്കലും അള്ളാഹു പിന്തിപ്പിച്ചു കൊടുക്കൂല. സമയത്യ അള്ളാഹു മരിപ്പിക്കും. ഇവൻ എന്തിനാണ് ഈ സെക്കൻഡ് ചോദിക്കുന്നത്? എന്തിനാണ് എനിക്ക് സമയം വേണമെന്ന് പറയുന്നത്? ഫഅസ്സദ്ദഖ, ഞാൻ നന്നായി ദാനം ചെയ്യാം, വഅകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടവനായി മാറാൻ തയ്യാറാണ്. 2.5% സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ മടിയുള്ളവനാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ക്യാൻസറിന് ചികിത്സിക്കാൻ ഒരു ഗുളികക്ക് മരുന്ന് ചോദിച്ചാൽ പൈസ കൊടുക്കാത്തവനാണ്. ഒരു നാട്ടിലെ എന്ത് ജീവകാരുണ്യ ആവശ്യം വന്നാലും മിണ്ടാതെ മാറി നടക്കുന്നവനാണ്. ഇപ്പൊ പറയാണ്, റബ്ബേ ഞാൻ ദാനം ചെയ്തോളാ, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടോളാ. പക്ഷെ അല്ലാഹു ഒരിക്കലും സമയം നീട്ടിത്തരൂല. ഈ കിട്ടുന്ന ചാൻസ് ഇന്ന് നമുക്ക് പടച്ചോൻ തന്നിട്ടുണ്ടോ? ഇന്ന് ഉപയോഗപ്പെടുത്തിക്കോ. അറബി കവികൾ പറയാറുണ്ട്, തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. ഇന്ന് രാത്രി നീ തയ്യാറായിക്കോ, നാളെ രാവിലെ നീ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക്, പരലോകത്തേക്കുള്ള സാദ് റെഡിയാക്കി വെച്ചോ. ഭർത്താവിനോട് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഭർത്താവ് പറഞ്ഞു, ലേശം കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് ചോദിച്ചു. ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കാൻ നേരത്ത് കസേരയിൽ നിന്ന് ചെരിഞ്ഞു വീണ് മരണം സംഭവിച്ച വാർത്ത നമ്മൾ വായിച്ചു. ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള സമയം പോലും കിട്ടാതെ മനുഷ്യൻ ഈ ലോകത്തുനിന്ന് മാറിപ്പോവാണ്. ആ മരണത്തിന്റെ സമയത്തെ കുറിച്ചാ പറഞ്ഞത്. നമ്മൾ എത്ര ആരോഗ്യവാനായാലും, എത്ര വലിയ സമ്പന്നരായാലും, ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയാലും ശരി, സാധ്യമല്ല. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. പാപ്പങ്ങനെ ഐസിയുവിൽ കിടക്കാന്ന് വിചാരിച്ചോ? മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നോക്കി നിൽക്കാനല്ലാതെ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ എന്ത് മിഷൻ കൊണ്ടുപോയി ഫിറ്റ് ചെയ്താലും ആ ശ്വാസം ഇങ്ങനെ അവസാനം ഡോക്ടർമാർ പറയും, നമ്മളെത്തുള്ളതൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂട്ടോ. ഇത് മനുഷ്യന്റെ പച്ചയായ യാഥാർത്ഥ്യമായ ജീവിതത്തിന്റെ സത്യങ്ങളാണ്.
വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കണങ്കാലും കൂട്ടിപ്പിഴയും. റബ്ബിലേക്ക് ഒരു മടക്കം ഇവിടെ അങ്ങോട്ട് പോണം. ആ യാത്ര മനോഹരമാകണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നല്ല മരണമാണ്. അള്ളാഹുവിലേക്ക്, അവന്റെ തൃപ്തിയിലേക്ക്, അവന്റെ സ്വർഗത്തിലേക്ക് മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് സമാധാനപൂർവ്വം ലോകത്തുനിന്ന് വിട പറയാൻ നമുക്ക് സാധ്യമാകണം. പ്രിയപ്പെട്ടവരെ, നമ്മളും കുടുംബവും തമ്മിൽ ഭയങ്കര ഹൃദയബന്ധമുള്ള ആളുകളാണ്. നല്ല രൂപത്തിൽ നമ്മൾ കുടുംബവുമായി ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മളൊന്ന് മരിച്ചു എന്നറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യാൻ വേണ്ടി അവിടെ തിരക്കായിരിക്കും. ഒരു ദിവസത്തെ ആയുസ് പോലുമില്ല. ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടയാളാണ്. ശരി തന്നെയാണ്. പക്ഷേ വേഗത്തിൽ ആ മയ്യത്തിനെ കുളിപ്പിച്ച് മറവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്ന് മാത്രമാണോ? മക്കൾ പോലും പേര് മാറ്റി വിളിക്കാൻ തുടങ്ങി. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യത്ത് എന്ന പേരു മാത്രമാകുമേ. വാപ്പാന്റെ അടുത്ത് വന്നിട്ട്, ജനാസന്റെ അടുത്ത് വന്ന് മക്കൾ പറയും, പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ മക്കൾ പറയാണ്, എൻ്റെ ബാപ്പാനെ കുളിപ്പിക്കല്ലേ എന്ന് പറയൂല, ഈ മയ്യത്ത് കുളിപ്പിക്കല്ലേ. എൻ്റെ ബാപ്പാക്ക് വേണ്ടി നിസ്കരിക്കല്ലേ എന്ന് പറയില്ല, ഈ ജനാസക്ക് വേണ്ടി നമസ്കരിക്കലല്ലേ. മയ്യത്ത് എന്ന പേര് പോലും അവനായി മാറി. സ്വന്തം അഡ്രസ് പോലും നഷ്ടപ്പെട്ടു. കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ച് ഏറ്റവും വലിയ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇഷ്ടമുള്ള ആളുകളെല്ലാം വന്ന് 3 പിടി മണ്ണ് വാരിയിട്ട്, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ. ആ പ്രാർത്ഥനയും കൊടുത്ത് കണ്ണീരോടുകൂടെ നമ്മളൊക്കെ തിരിച്ചു പോന്നാൽ ഖബറോടുകൂടെ അവസാനിക്കുമായിരുന്നെങ്കിൽ ഈ സദസ്സ് ആവശ്യമില്ലായിരുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, പുല്ലാളൂർക്കാരെ, മച്ചക്കുളത്തുകാരെ, നമുക്ക് ഇങ്ങനെ ഒരു വഅദിന്റെ ആവശ്യമില്ലായിരുന്നു. എപ്പോ ഖബറോടുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, തീരൂല കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഇവിടെ ചെയ്തു കൂട്ടിയതിന്റെ മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള സമ്പൂർണമായ പ്രതിഫലമുണ്ടാകും. അത് കിട്ടേണ്ടത് കിട്ടും. അന്ന് ആരാണോ നരകത്തുനിന്ന് രക്ഷപ്പെടുന്നത്, ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവനാണ് വിജയി. അവിടെ ജയിക്കണം. നരകത്തുനിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ. ആ ലക്ഷ്യം വെച്ചാണെങ്കിൽ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 മലക്കുകൾ വന്ന് എഴുന്നേൽപ്പിച്ച് ചോദ്യങ്ങൾ ആരംഭിക്കുന്നുണ്ട്. എന്താ മക്കളൊക്കെ എത്ര ആളുണ്ടായിരുന്നു, ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു, വീട് പണിയൊക്കെ കഴിഞ്ഞോ? ഇതൊന്നല്ല ചോദ്യം. ഇതൊക്കെ ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചോദ്യ. ഖബറിനകത്ത് ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ചോദ്യം. മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ്? അള്ളാഹുവിനെ അടിയുറച്ച് വിശ്വസിച്ച് ആ ഈമാനോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യനല്ലാതെ ഈ ചോദ്യത്തിന് എത്ര പേപ്പറിൽ എഴുതിക്കൊണ്ടുപോയി വെച്ചാലും, മയ്യത്തിന്റെ തലക്ക് ഭാഗത്ത് മണ്ണിൽ ഉരുളയാട്ടിട്ട് പേപ്പറിൽ ഫിറ്റ് ചെയ്ത് വെച്ചാലും എന്റെ റബ്ബല്ലയാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഈ ഭൂമി ലോകത്ത് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞവർക്കേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചത് ആരാന്ന് ചോദിക്കുമ്പോ ഇത് നമ്മുടെ നബിയാണെന്ന് പറയാൻ കഴിയുന്നത് സുന്നത്തുകൾ പാലിച്ച് നബിയെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിച്ചവർക്കും മാത്രമേ കഴിയൂ. നീ എന്തിനാടി നിന്റെ ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ അൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എന്റെ ദീന് എന്ന് പറയാൻ സാധ്യമാകണമെങ്കിൽ നമ്മുടെ ദീൻ ഇസ്ലാമാകണം. ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങൾ ബാപ്പക്കാരണോമാര് മുതൽ, ഞങ്ങൾ പണ്ട് ജനിച്ചത് മുതൽ, എന്റെ വെള്ളിപ്പ മുതൽ, എന്റെ ഇപ്പാപ്പ മുതൽ, എന്റെ ഇന്നയാള് മുതൽ അവരൊക്കെ ഇതൊക്കെ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അത് ഇസ്ലാമാണോ? അതൊന്നും ഞങ്ങൾക്കറിയൂല. നാട്ടിലെ ഭൂരിഭാഗം ആളുകളും ഇതൊക്കെ ചെയ്യുന്നു, അതൊക്കെ ഇസ്ലാമാണോ? അതൊന്നും ഞങ്ങൾക്കറിയൂല. ഭൂരിഭാഗം ചെയ്യുന്നു.
ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരും നേതാക്കന്മാരൊക്കെ ഇന്നതൊക്കെ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു. നമ്മളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? വഅതിഉല്ലാഹ വഅതിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിക്ക്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം. അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങണം. ആരാണ് അല്ലാഹ്? ഒറ്റ ആയത്ത് കൊണ്ട് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. ദാലികുമുല്ലാഹു റബ്ബുക്കും. അവനാണ് നിങ്ങളുടെ റബ്ബ്. ആകാശഭൂമികളെ പടച്ച, അതിനിടയിലുള്ളത് പടച്ച, എല്ലാ അത്ഭുതങ്ങളും ഈ ലോകത്ത് സംവിധാനിച്ച പടച്ച റബ്ബുണ്ടല്ലോ, ഏക ഇലാഹുണ്ടല്ലോ. നമ്മൾ ഫാത്തിഹയിൽ ഓതുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബ്, എല്ലാത്തിന്റെയും ഉടമയായ റബ്ബുണ്ടല്ലോ, അവനാണ് ആരാധ്യൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആയത്തുൽ കുർസി പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കണേ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. അവന് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനല്ലാതെ ഇലാഹില്ല. സർവനിയന്താവായവൻ അവനാണ്, ഉറക്കമോ മയക്കമോ ഇല്ലാത്തവനാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവനുള്ളതാണ്. ആ റബ്ബാണ് നിങ്ങളുടെ ആരാധ്യൻ. ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസിലും പറഞ്ഞു, ഏകനായ ഒരുവനായ അല്ലാഹയാണ് നിങ്ങളുടെ ആരാധ്യൻ. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ റബ്ബിനെ ആരാധിക്കാൻ, അല്ലാഹുവിനെ ആരാധിക്കാൻ, അത് പറയാൻ, അത് പഠിപ്പിക്കാൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വരെ 10 തലമുറകൾ ജീവിച്ചു പോയി. നല്ല ജീവിതം നയിച്ചു, നല്ലവരായ മനുഷ്യരായി ജീവിച്ചു. കാലം കഴിഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ചില മനുഷ്യന്മാർ മഹാന്മാരെ ആരാധിക്കാനും പൂജിക്കാനും പ്രാർത്ഥിക്കാനും ബഹുമാനിച്ച് ആദരിച്ച് അപ്പുറം കടക്കാനും തുടങ്ങി. ആരെയാ ആരാധിച്ചത്? വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്റാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. സൂറത്തു നൂഹ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പരിഭാഷ എടുത്ത് നിങ്ങൾ വായിച്ചോ. മുജാഹിദിന്റെ വായിക്കണ്ട, സലഫികളെ നിങ്ങൾ പിന്തുടരണ്ട. നിങ്ങൾ തൽക്കാലത്തേക്ക് സമസ്തയുടേതോ മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഒരു പരിഭാഷ എടുത്ത് നീ വായിച്ചു നോക്ക്. സൂറത്തു നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നിങ്ങൾ വദ്ദിനെ ആരാധിക്കല്ലേ. ആരാ വദ്? റിജാലുൻ സാലിഹൂൻ, നല്ല പുണ്യാത്മാക്കളായിരുന്നു, മഹാന്മാരായിരുന്നു. നിങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കല്ലേ, ഇവരാരാധിക്കല്ലേ, ഇവരിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ, ആവലാദികൾ, വേവലാദികൾ പറയല്ലേ. അപ്പോഴതാ അവരുടെ നേതാക്കന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത് ഒഴിവാക്കൂല. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. നാട്ടുകാരോട് പറഞ്ഞു, നൂഹ് പറയുന്നത് നോക്കണ്ട, തൗഹീദ് പറയുന്ന ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞ പ്രവാചകന്റെ നേരെ ചൂണ്ടിയിട്ട് ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ട, അനുസരിക്കണ്ട. നിങ്ങൾ ഒരിക്കലും വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും ഒഴിവാക്കരുത്, നിങ്ങൾ അത് പിടിച്ചോളി. അപ്പോഴും നൂഹ് നബി അവരോട് പറഞ്ഞു, രാവും പകലുമില്ലാതെ പറഞ്ഞു, ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു വന്നോ. അവരെല്ലാം അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ്. ലോകത്ത് 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാർ വന്നു. വായിച്ചോ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയാണ് രേഖപ്പെടുത്തുന്നത്. മനുഷ്യന്മാരോട് ദീന് പറയാൻ, അള്ളാഹിനെ ആരാധിക്കണം എന്ന് പറയാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. ആ പ്രവാചകന്മാരുടെ പ്രത്യേകത, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ, നാം എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ പറഞ്ഞയച്ചു. എന്താ അവരുടെ പണി? ഏകനായ, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, മരണമില്ലാത്ത, ഏത് നിലത്തുനിന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിവുള്ള ഏകനായ അള്ളാനെ ആരാധിക്കണം. വജ്തനിബുത്താഗൂത്ത്, നിങ്ങൾ ദുർമൂർത്തികളായ ദൈവേതര ശക്തികളായ മരങ്ങളെ, കല്ലുകളെ, മക്ബറകളെ, പുണ്യമരങ്ങളെ, പുണ്യപുഷ്പങ്ങളെ, ശ്രീകോവിലെ
വിശ്വാസികളെ നിങ്ങൾ ആരാധിക്കല്ലേ, അള്ളാനെ മാത്രം ആരാധിക്കാനാണ് സകല നബിമാരും വന്ന് പറഞ്ഞത്. ഇത്രയും നമുക്ക് ഇവിടെ പുതിയതൊന്നും പറയല്ല, നമുക്ക് ഖുർആനിൽ പഠിപ്പിച്ച ചരിത്രങ്ങളെ പറയാനുള്ളൂ. മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ, ഷുഐബ് നബിയുടെ, ലൂത്ത് നബിന്റെ ചരിത്രം സൂറത്തുൽ അറാഫിൽ വായിച്ചോ? ജനങ്ങളുടെ അരികിലേക്ക് ചെന്നിട്ട് ആ പ്രവാചകന്മാർ ചോദിക്കുകയാണ്, യാ ഖൗം, നാട്ടുകാരെ. അന്ന് പറഞ്ഞതെന്നും പറയാനുള്ളൂ, നാട്ടുകാരെ. യാ ഖൗം ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. അള്ളാനെ പറ്റിയാ പറയാനുള്ളത്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹുവിനെ പരിചയപ്പെടുത്തലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താ ഉള്ളത്? നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്കിയും അനവധി പ്രഭാഷണങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും വറവ് ചെയ്ത് മരണപ്പെട്ട മഹാന്മാരെന്ന് പറയുന്നവരുടെ പോരിശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീണ്ട മണിക്കൂറുകൾ സംസാരിക്കുന്നത് ആ മഹാന്റെ പോരിശയാണ്. അതേ, ആ മഹാന്മാരുടെ പ്രത്യേകത പറയുന്നു, ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന സ്ഥലത്തുള്ള മറവ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണ്. നഊദു ബില്ലാഹ്. ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്ക്, ഒരല്പമുണ്ടെങ്കിൽ, ഒരു മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ മുമ്പ് ലോകം നിയന്ത്രിച്ചതാരാ? ഞാനാണ് അല്ലാഹു എന്നൊരാൾ പറഞ്ഞുവത്രേ. നമുക്ക് എങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റും? ആകാശത്തുനിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ഇന്നയാളാണ്. എത്ര പ്രസംഗങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയെ ആയി തീരുമാനിച്ച ഒരു രക്ഷിതാവ് അതാ പറയുന്നു, ആൺകുട്ടി വേണമെന്ന് പറയുന്നു, ആൺകുട്ടിനെ കൊടുക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയേറ്റ് മരിച്ചയാളെ 70 അടി അടിച്ച് നീപ്പിച്ചു കൊണ്ടുപോകുന്നു. ആരാണ്? ഈ മഹാനായ ഒരു മനുഷ്യനാണ്. അത്ര പോലും മരിച്ചോരെ ജീവിപ്പിക്കും. എല്ലാം കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും വേവലാദികളും ഒക്കെ ഈ മരണപ്പെട്ട ഈ മഹാൻ എന്ന് വിളിക്കുന്നവരോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ചാനലുകൾ മുഴുവൻ ആ പ്രഭാഷണങ്ങളാണ്. ഉറങ്ങി എണീറ്റ് ആ സ്വപ്നം കാണും. സ്വപ്നം കണ്ട കറാമത്തെ കഥകൾ ഇങ്ങനെ പുതിയത് ഇങ്ങനെ വരാൻ തുടങ്ങും. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. കേൾവിയില്ലാത്ത പരിചയമില്ലാത്ത വാദങ്ങൾ ഈ ഉമ്മത്തിന് കൊടുക്കാം. പ്രവാചകന്മാരെല്ലാവരും ചോദിക്കുന്നതും പറയുന്നതും അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ ഈ ലോകത്ത് ഒരിക്കലും ഒരു കൽപ്പന അള്ളാഹുവിൽ നിന്ന് വന്നിട്ടില്ല. ഖുർആൻ പറയുന്നു, വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ഇലാഹ ഇല്ലാഹു. ഇനി ഒന്നുകൂടി വ്യക്തമാക്കി ഖുർആൻ പറയുന്നു, 28-ാമത്തെ സൂറത്ത് 88-ാമത്തെ ആയത്ത്. എളുപ്പമാണ്. 28-ൽ 88 എന്താ കൽപ്പന? വലാ തദ്ഉ, നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ആരാധന എന്ന് പറഞ്ഞിട്ട് ഇനി വേറെ തന്നെ പഠിപ്പിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കരുത് അല്ലാഹുവിന്റെ കൂടെ ഇലാഹൻ ആഖർ, മറ്റു ആരാധ്യ വസ്തുക്കളോട് നിങ്ങൾ ദുആ ചെയ്യരുത്. മറ്റു ആരാധ്യ വസ്തുക്കളോട് നിങ്ങൾ ദുആ ചെയ്യരുത്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, ഞങ്ങൾ ഇസ്തിഗാസ നടത്തുന്നുള്ളൂ, ഞങ്ങൾ തവസ്സുൽ നടത്തുന്നുള്ളൂ. സഹോദരങ്ങളെ, അതൊക്കെ പണ്ട്. ഇപ്പൊ പച്ച മലയാളത്തിൽ പറയാൻ തുടങ്ങി. കോഴിക്കോട് ജില്ലയിലാണല്ലോ, നിങ്ങളുടെ ജില്ലയിലാണല്ലോ നോളജ് സിറ്റി. നോളജ് സിറ്റിയിൽ നമ്പർ കിട്ടാതെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടപ്പോ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോ ഞങ്ങൾക്ക് നമ്പർ കിട്ടി. പ്രാർത്ഥിച്ചപ്പോ ഇസ്തിഗാസല്ല, തവസ്സുലല്ല, അതൊക്കെ മാറ്റി, വാക്കൊക്കെ മാറ്റി. ഞങ്ങൾ മങ്കൂസ് മൗലൂദ് ഓതും, ഞങ്ങൾ എന്നിട്ട് നബിനോട് നേരിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എന്താ കുഴപ്പം? അഹ്സനിമാര് ചോദിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾക്ക് എന്താ പ്രശ്നം? മലപ്പുറം ജില്ലയിലെ സ്വലാത്ത് വാർഷികം നടത്തുന്ന മഹാനായ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനുണ്ടല്ലോ. സ്വലാത്ത് വാർഷികത്തിന് എല്ലാ മനുഷ്യന്മാരും റമദാനിൽ പാടത്തേക്ക് വിളിച്ചു വരുത്തും. ഞങ്ങൾ ഹജ്ജിന് പോയി കപ്പലിൽ ഇങ്ങനെ പോയപ്പോൾ നടുക്കടലിൽ എത്തിപ്പെട്ടപ്പോൾ ഞങ്ങൾ ആകെ ആടി ഉലയാൻ തുടങ്ങിയപ്പോൾ ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരാളുള്ളത് എന്നൊക്കെ ഞങ്ങളങ്ങ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ യാത്രകളെല്ലാം സുഗമമായി. ബദരീങ്ങളോട് ഞങ്ങൾ നടുക്കടലിൽ വെച്ച് പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ പറയുന്ന കൽപ്പന എന്താ? അള്ളാനെ മാത്രം ആരാധിക്കണം, അവനോട് പ്രാർത്ഥിക്കണം.
പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു നല്ല വിശ്വാസമൊക്കെ ഉണ്ട്, അള്ളണ്ടോ ആ അള്ളുണ്ട്, റസൂലുണ്ടോ ആ റസൂലുണ്ട്, പരലോകമുണ്ട് ആ പരലോകമൊക്കെ ഉണ്ട്. പിന്നെന്താ പ്രശ്നം? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. 12-ാം അധ്യായത്തിന്റെ 106-ാമത്തെ ആയത്ത്. നമ്മുടെ അവകാർത്ഥം നോക്കണ്ട, ഗൂഗിൾ പരിശോധിക്കാം, പരിഭാഷകൾ നിങ്ങൾക്ക് തുറന്നു നോക്കാം. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, മനുഷ്യരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടല്ലാതെ. അടുക്കടലെത്തുമ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയും. അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ അവർ ഉടൻ തന്നെ മാറ്റി പറയുന്ന അവസ്ഥയുണ്ടാകും. ഈ ഒരു അവസ്ഥയാണ്. അള്ളാഹുവിനെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടില്ല. ശിർക്ക് കലർന്നുകൊണ്ടുള്ള ജീവിതമാണെങ്കിലോ ഇങ്ങനെ മനുഷ്യന്മാര് പല നിലക്കുമുള്ള തെറ്റുകളിലേക്ക് അള്ളാഹുവിൽ നിന്ന് ആരാധനകൾ മാറിപ്പോകാൻ സൃഷ്ടികളെ ആരാധിക്കുക. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിനെ ആരാധിക്കുക, ഒരു സൃഷ്ടി വേറെ ഒരു സൃഷ്ടിനെ ആരാധിക്കുക. ഖുർആൻ പറഞ്ഞ എന്താ? സൃഷ്ടികളെ നിങ്ങൾ സൃഷ്ടാവിനെ ആരാധിക്കുക. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. വിശുദ്ധ ഖുർആനിൽ 20-ലധികം സ്ഥലത്ത് അല്ലാഹു വിളിച്ച വിളിയാണ് മനുഷ്യരെ. ഈ നാട്ടിലെ ഇതര മതസ്ഥരായ സഹോദരങ്ങളോട് പറയാ, വിശുദ്ധ ഖുർആൻ എന്നത് മുസ്ലിമീങ്ങളുടെ മാത്രം കുത്തകയല്ല, അതെല്ലാവർക്കും ഉള്ളതാണ്. അറബികളുടെ മാത്രമല്ല ഖുർആൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചാ പറയുന്നത്. വഅബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാരോ, സൃഷ്ടിച്ചവനെയാ നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നാൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വായിച്ചിട്ടില്ലേ? പക്ഷികളോട് സംസാരിച്ചിരുന്ന, ഉറുമ്പുകളോട് സംസാരിച്ചിരുന്ന, അത്ര വലിയ മോചത്ത് ലഭിച്ചിരുന്ന പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി വരികയാണ്. പഠിക്കാൻ വേണ്ടി അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ പോവാ. ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു പക്ഷി വരികയാണ്. പക്ഷി വന്നിട്ട് സംസാരിക്കുകയാണ്. വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസ്. യമനിലുള്ള ബൽക്കീസ് രാജ്ഞിയുടെ നാട്ടിലൂടെ ഞാൻ പോയപ്പോ ഞാൻ ആ നാട്ടിലെ ജനങ്ങളെ കണ്ടു. യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്, സൂര്യന് മുമ്പിൽ അവർ സാഷ്ടാംഗം നമിച്ച് സുജൂദിലാവുകയാണ്. എത്ര ശക്തിയുള്ള ആളാണ്, എന്ത് കഴിവുള്ള ശക്തിയാണ്, സൃഷ്ടിയാണ് സൂര്യൻ. ആ സൂര്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അവർ ചെയ്യുന്ന ഈ സൂര്യാരാധന പിശാച് അവർക്ക് നന്നാക്കി തോന്നിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ചോദിക്കും, നമ്മുടെ നാട്ടിലെ എല്ലാ അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് പാണ്ഡങ്ങളും ചുമക്കുന്ന മനുഷ്യരോട് ചോദിക്കും, ഇതൊക്കെ എന്തിനാ ചെയ്യും? അതൊക്കെ എന്ത് നല്ല കാര്യമെന്നാ വിചാരിച്ചു. അവിടെ പോയിട്ടല്ലേ രോഗം മാറിയത്, ഇവിടെ പോയിട്ടല്ലേ അത് കിട്ടിയത്, അവിടെ പോയിട്ടല്ലേ കുട്ടികളെ കിട്ടിയത്. ഇങ്ങനെ അതിന്റെ മേന്മകളും മഹത്വങ്ങളും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, പിശാച് അവരുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തോന്നിപ്പിച്ചു. ഫസദ്ദഹും അനിസ് സബീൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് അവരെ വഴിതെറ്റിച്ചു. ഫഹും ലാ യഹ്തദൂൻ, സൂര്യാരാധകർ സന്മാർഗത്തിലെത്തൂല. നമ്മളോ, നമ്മൾ സൂര്യനേക്കാൾ പവർ കുറഞ്ഞ, ജീവിച്ചിരിക്കുന്നവരെ പോലുമല്ല, മരിച്ചുപോയ മനുഷ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ച് സങ്കടം പറയുന്നവരെ നമ്മൾ എത്രമാത്രം വലിയ ചതിക്കുഴിയിലാ പെട്ടുകിടക്കുന്നത്. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ എത്രയോ സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കൊലപാതകത്തെക്കാൾ ഗൗരവമായ ഒരു ശിർക്ക് എന്ന പാപം നിങ്ങൾക്ക് സംഭവിക്കരുത്. കൊലപാതകം എത്ര വലിയ കുറ്റാണ്, ആത്മഹത്യ വലിയ കുറ്റമാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ, അമ്മായിമ്മയുടെ ഉള്ള മർദ്ദനത്തിന്റെ പേരിൽ എന്തൊക്കെ കെട്ടുകഥകളും വാർത്തകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ചൂടുള്ള വാർത്തകൾ കുടുംബ വ്യവസ്ഥകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ആരും പ്രതികരിക്കാനോ പരിഹാരം പറയാനോ ഇല്ലാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് ആകാശലോകത്തുനിന്ന് സന്മാർഗം വന്നുകൊണ്ടിരിക്കും. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ സന്മാർഗം മുറുകെ പിടിച്ചാ വിഷമിക്കേണ്ടി വരൂല, അവർ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരൂല, പേടിക്കേണ്ടി വരൂല. ഖുർആനിലേക്ക് മടങ്ങി വരണം. നമ്മള്
അതേ സമയത്ത് ഖുർആൻ പറഞ്ഞതാണ് ഏറ്റവും വലിയ പാപം എന്നാൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ വലുത്, പലിശയേക്കാൾ വലുത്, വ്യഭിചാരത്തേക്കാൾ, മദ്യപാനത്തേക്കാൾ, ലഹരിയേക്കാൾ വലുത് നാട്ടുകാരെ ശിർക്കാണ്. എന്റെ വകയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ തന്റെ മകനോട് ലുഖ്മാനുൽ ഹകീമിന്റെ വസിയ്യത്ത്, മോനെ നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത്. അതിന്റെ താഴെ ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഉപദേശം യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിനെ പങ്കു ചേർക്കരുത്. അല്ലാഹ് കേൾക്കുന്ന പോലെ ഇന്നയാള് കേൾക്കും, അല്ലാഹ് കാണുന്ന പോലെ ഇന്നയുള്ളവർ കാണും, അല്ലാഹ് അറിയുന്ന പോലെ ഇന്നയാള് അറിയും, അല്ലാഹു ഉത്തരം നൽകുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇന്നയാള് പൂർത്തിയാക്കി തരുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? നിനക്ക് ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അപരാധമാണ്, പാപമാണ് ശിർക്ക്. അമ്പിയാക്കന്മാരിൽ 18 നബിമാരുടെ പേര് പറഞ്ഞു സൂറത്തുൽ അൻആം. 18 നബിമാരെ, കുല്ലും മിനസ്സാലിഹീൻ, നല്ലവരായ സാലിഹീങ്ങളായ നബിമാരാണ്. അവരോട് പറയാ വലൗ അശ്റകൂ, അവരാരെങ്കിലും ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, പ്രവാചകന്മാർ ചെയ്ത നന്മ പോലും സ്വീകരിക്കാതെ അള്ളാഹു അവരുടെ നന്മകൾ തകർത്ത് കളയുമായിരുന്നു. പ്രവാചകന്മാരത് ചെയ്യൂല. സഹോദരങ്ങളെ, ശ്രേഷ്ഠ പദവിയുള്ള സ്വർഗം ഉറപ്പുള്ള പ്രവാചകന്മാർ ശിർക്ക് ചെയ്താൽ അല്ലാഹു തആല തകർത്ത് കളയുമായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒന്നും എടുക്കണ്ടാവൂല, പരലോകത്ത് വരും, ഒന്നും കിട്ടൂല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമാണ്. എന്തിനാ തസ്ഫിയ നരിക്കുരി മണ്ഡലത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത്? എന്തിനാ? നമ്മുടെ സ്വർഗം നഷ്ടപ്പെടരുതേ. നമുക്കൊരാൾക്കും, സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നമുക്കൊരാൾക്കും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ പരിചയക്കുറവ് കൊണ്ട്, ദീനിയായ വിജ്ഞാനത്തിന്റെ അപര്യാപ്തത കൊണ്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകരുത്. മരണശേഷം വിലപിച്ചിട്ട് കാര്യമില്ല, പരലോകത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. നരകം കൺമുമ്പിൽ കാണുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുമത്രേ, റബ്ബേ ഞങ്ങൾക്കൊരു മടക്കം തരാൻ പറ്റുമോ, ഒരു ചാൻസ് കൂടെ തരാൻ പറ്റുമോ ചോദിക്കുമത്രേ. അലം യഅതികും നദീർ, നിങ്ങളുടെ ദുനിയാവിലെ നാട്ടിലായപ്പോ നിങ്ങൾക്ക് താക്കീത് കിട്ടിയില്ലേ, നിങ്ങൾക്ക് ഉപദേശം കിട്ടിയില്ലേ, നിങ്ങൾക്ക് വഅദ് ലഭിച്ചില്ലേ, നിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചില്ലേ? ഖാലൂ, അവര് പറയും ബലാ, ശരിയാണ്, സംഭവമൊക്കെ ഉണ്ടായിരുന്നു, കേട്ടിരുന്നു, അതൊന്നും നമ്മളത്ര മൈൻഡ് ചെയ്തില്ല. ഖദ് ജാഅനാ നദീർ, താക്കീതുകാരൊക്കെ വന്നതാണ്. ഫകദ്ദബ്നാ, നാം അത് നിഷേധിച്ചു, അതൊന്നും ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, ഇങ്ങനെയൊന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഉപദേശ നിർദ്ദേശങ്ങൾ സത്യസന്ധമായി തുറന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊക്കെ പിഴച്ചവരാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആനിലെ സൂറത്തുൽ മുൽക്ക്, നിങ്ങളൊക്കെ പിഴച്ചവരാണ് എന്ന് ഞങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു. റബ്ബേ, ഒന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഖാലു, അവര് പറയുമത്രേ, ലൗ കുന്നാ നസ്മഉ, ദുനിയാവിലാ കേട്ടിരുന്ന ഉപദേശം ഒന്ന് കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. വയറാലോചിക്കണ്ട, നാട്ടുകാർ ഭീഷണിപ്പെടുത്തുമോ ആലോചിക്കണ്ട, വാപ്പാക്കും ഉമ്മാക്കും നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ, ഉസ്താദുമാർക്ക് പ്രയാസം ഉണ്ടാക്കുമോ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഏതെങ്കിലും നിലക്കുണ്ടാകുമോ? അതിനേക്കാൾ വലുതാണല്ലോ നരകം. ഈ നരകത്തിൽ ഞങ്ങൾ വീഴൂലായിരുന്നു. എപ്പോ? ചിന്തിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വീഴൂലായിരുന്നു. അവിടെ ചെന്ന് ആ വാക്ക് പറയാതിരിക്കണേ എന്ന നസീഹത്തോട് മാത്രമാണ് സുഹൃത്തുക്കളെ സംസാരിക്കുന്നത്.
അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് തൗഹീദുള്ളവരായി, ശിർക്കിന്റെ ആളുകളായി നമ്മൾ ഒരിക്കലും തൗഹീദ് ഉള്ളവരായി ശിർക്കിനെതിരായി പ്രവർത്തിക്കുന്നവരായിട്ടാണ് നമ്മൾ മാറേണ്ടത്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളായി വേദഗ്രന്ഥങ്ങളെ എല്ലാ ഉമ്മത്തിലേക്കും വേദഗ്രന്ഥങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ആ വേദഗ്രന്ഥങ്ങൾ പാലിച്ചു ജീവിക്കുന്ന ഒരാൾക്കും പിന്നെ സങ്കടപ്പെടാനില്ല, വിഷമിക്കാനില്ല. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ദുനിയാവിലേക്ക് എന്താ ചെയ്യാ? അള്ളാന്റെ മറുപടി, എന്നിൽ നിന്ന് സന്മാർഗം വരും, അത് പിൻപറ്റി ജീവിച്ചാൽ മതി. അവിടുന്ന് ഇങ്ങനെ സന്ദേശം വഹി ഇങ്ങനെ വരും. അങ്ങനെ ഓരോ നബിമാരുടെയും ചരിത്രം പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ. അവർക്കൊക്കെ അള്ളാഹു സന്മാർഗം കൊടുത്തവരാണ്, അവരൊക്കെ ഹിദായത്തിലാണ്. അവസാനത്തെ പ്രവാചകനോട് പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹ്. ആ പ്രവാചകന്മാരെല്ലാം സന്മാർഗം ലഭിച്ചവരാണ്. ഫബിഹുദാഹു മുഖ്തദി. നിങ്ങളും ആ സന്മാർഗം മുറുകെ പിടിക്കണേ. ഇതാണ് സ്രഷ്ടാവിന്റെ സന്ദേശം. നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പടച്ചവൻ തന്ന സൃഷ്ടാവിന്റെ സമ്മാനമാണ്, ഗിഫ്റ്റാണ് ഈ ഹുദയാകുന്ന സന്മാർഗം. അതിന്റെ പേരാണ് ഖുർആൻ. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് ഹുദയാണ്, ലാ റൈബ ഫീഹി, സംശയം വേണ്ട. ഇത് സന്മാർഗികൾക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലൂടെയാണ് ഉമർ ഖത്താബ് തങ്ങൾ ഇസ്ലാമിന്റെ തീരത്തേക്ക് വന്നത്. ഇത് കേട്ടു മനസ്സിലാക്കിയിട്ടാണ്. ഫുദൈൽ ഇബ്നു അയാദ് റഹിമഹുല്ലാ തിന്മയിൽ നിന്ന് മാറി നിന്നത് ഖുർആനിന്റെ വചനങ്ങളാണ്. സ്വഹാബത്തിന്റെ ഇടയിൽ മദ്യപാനമുണ്ടായിരുന്നു, വ്യഭിചാരമുണ്ടായിരുന്നു, പലിശയുണ്ടായിരുന്നു, കൊലകളുണ്ടായിരുന്നു. അവർ മാറ്റിയെടുത്തത് എന്തുകൊണ്ടാണ്? യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആയത്ത് ഓതി കൊടുക്കും, അതിലൂടെ സംസ്കരിക്കും, അതിലൂടെ നന്നാക്കും. അങ്ങനെ ജനങ്ങൾക്ക് നിരന്തരമായി ഉപദേശം കൊടുത്തു. ഈ ഉത്തരവാദിത്വമാണ് എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ ഓരോരുത്തരും പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടതും. അതാണ് ഈ ഹുദയിലേക്കാണ് നമുക്ക് ക്ഷണിക്കാനുള്ളത്. ഏതെങ്കിലും പുതിയ പുതിയ പുസ്തകങ്ങളിലേക്കല്ല, 14 നൂറ്റാണ്ട് പഴക്കമുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ വന്ന, ഒരിക്കലും ഒരു മനുഷ്യൻ പിഴക്കൂല എന്ന് ഖുർആൻ പറഞ്ഞ ഗ്രന്ഥമേതാ? ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും നേരായ, ഏറ്റവും ചൊവ്വായ, ശരിയായതിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ പഠിച്ചിട്ട്, ഖുർആൻ പകർത്തിയിട്ട് ഒരു മനുഷ്യനും പഴക്കൂല. അള്ളാന്റെ ഖുർആനാ പറയുന്നത് എന്ന് മാത്രമാണോ? അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ചു പറഞ്ഞു ഹദീസിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിൽ സങ്കടത്തോടെ, അടുത്ത കൊല്ലം നമ്മൾ കണ്ടോളണമെന്നില്ല, അടുത്ത വർഷം ഞാൻ നിങ്ങൾ ഹജ്ജിനുണ്ടാവുമെന്നൊന്നും ഉറപ്പില്ല, എന്നിരുന്നാലും ഞാൻ മരിച്ചാലും നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇവിടെ 2 സാധനം ഏൽപ്പിച്ചാ പോണത്. തറക്തു ഫീകും അംറൈൻ. 2 കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു പോവാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ. അത് 2ഉം മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. നാട്ടുകാർ പറയും പിഴച്ചു എന്ന്, നിങ്ങൾ പിഴക്കൂല. ഇന്ന് ഭയങ്കര രസമാണ്. ഒരാൾ യഥാർത്ഥ ഇസ്ലാമിലുള്ളത് പഠിച്ച് പകർത്തി ജീവിക്കാൻ തുടങ്ങിയ നാട്ടുകാരൊക്കെ പാടെ ഓരോ നോക്കിയിട്ട് പറയും വഹാബി, പുത്തൻവാദി, കാണരുത്, നോക്കരുത്, ചിരിക്കരുത്, മരിച്ചാ പോകരുത്, സ്ഥലം കൊടുക്കരുത്, കേൾക്കരുത്. എന്താണ് അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ, മുശ്രിക്കീങ്ങൾ വരാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിപൊളി ഖിറാഅത്ത് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അവസാനം മുശ്രിക്കീങ്ങൾ തന്നെ പറയാൻ തുടങ്ങി, എന്തല്ലേ ഖുർആൻ ഭയങ്കര സംഭവട്ടോ, എന്താ ഓത്ത് കേൾക്കണില്ലേ, എന്തൊരു രസാലെ ഇങ്ങനെ നാട്ടിൽ പറയാൻ തുടങ്ങി. ഉടൻ തന്നെ അബൂജാഹിൽ എഴുന്നേറ്റു, നേതാവ് സടകുടഞ്ഞെഴുന്നേറ്റു. എന്നിട്ടൊരു പ്രഖ്യാപനം, വഖാലല്ലദീന കഫറൂ, കാഫിരീങ്ങൾ പറഞ്ഞു, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഒരാളും ഖുർആൻ കേൾക്കാൻ പോകരുത്. ആർക്കാ പേടി? അബൂബക്കർ റളിയല്ലാഹുവിന് പേടില്ല, അബൂജഹലിന് പേടിണ്ടായിരുന്നു. നമ്മൾ ഏത് ടീമിലാ നോക്കിയാൽ മതി. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖുർആനോത്ത് പേടിച്ചത് ആരാണ്?
അബൂജഹല് എന്തേ പറഞ്ഞ് കേൾക്കാൻ പോകരുത്. വൽഗൗഫി നിങ്ങൾ അവിടെ ബഹളം വെക്കണം. ലഅല്ലക്കും തഗ്ലിബൂനെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. പ്രിയപ്പെട്ടവരെ, നേതാക്കന്മാരെ, മതരാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെ, കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ കൈവിട്ടുപോയി. മൊബൈൽ ഫോണിൽ ഒരു ലിങ്ക് അങ്ങ് വന്നൊന്ന് കൈയമർത്തിയാൽ അറിയാതെ കേട്ടുപോകാൻ തുടങ്ങി. സത്യം അവരുടെ ചെവിയിൽ കേൾക്കാൻ തുടങ്ങി. നിങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പടച്ചോൻ കൊറോണ എന്ന ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. പടച്ചറപ്പിന്റെ വല്ലാത്തൊരവസരമായി ഏത് വയസ്സായ ആളും ഏത് സാധാരണക്കാരനായ ആളും നിരന്തരമായി സോഷ്യൽ മീഡിയകൾ വഴി ആയിരക്കണക്കിന് മനുഷ്യരാണ്. സംഭവം നിങ്ങൾ പറയുന്നതാണ് ശരി, പക്ഷെ എനിക്കതിലൂടെ ജീവിക്കാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ഹക്ക് ഏതാണെന്നുള്ളത് ബോധ്യപ്പെടുത്തുക. സത്യം ഇതാണ്. നിങ്ങൾക്കത് പാലിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആണുങ്ങളെപ്പോലെ ചങ്കൂറ്റത്തോടെ നാട്ടിൽ അത് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയമാണ്. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ വാക്കേതാ ഉള്ളത്? സത്യസന്ദേശത്തിൽ ജീവിക്കാൻ സാധിക്കുക. ഈ ഖുർആനിന് ഇങ്ങനെ ജനങ്ങളിലേക്ക് കൊടുക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. നമ്മുടെ പണ്ഡിതന്മാർ വേദിയില്ല, മൈക്കല്ല, ക്യാമറ ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഫേസ്ബുക്കില്ല. ഓരോ കവലകളിൽ കയറി ചെന്ന് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ചിലർ ചെരുപ്പുകൾ കൊണ്ട് എറിയുമായിരുന്നു അത്രേ, കഴുത്തിൽ പടക്കം കൊണ്ടുവന്നിട്ട് കത്തിക്കുമായിരുന്നു അത്രേ. ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ അന്നത്തെ KM മൗലവിയെ പോലെ റഹിമഹുല്ലാ, സയ്യിദ് മൗലവി രണ്ടത്താണിയെ പോലെ പ്രസിദ്ധരായ നമ്മുടെ കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകന്മാരെ ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ ആട്ടി ഓടിക്കുമായിരുന്നു. വായിച്ചു നോക്ക്, ഓർമ്മകളുടെ തീരത്ത് വായിച്ചു നോക്ക്. കേരളത്തിലാണ് കേൾക്കാതിരിക്കാൻ. എന്നിട്ട് പറഞ്ഞു, ഇവര് ഖുർആൻ ക്ലാസ് നടത്തുകയാണത്രേ, ഖുർആനിനെ ക്ലാസ്സിലാക്കുകയാണ് എന്ന് പറഞ്ഞ അന്ന് പരിശോധിച്ചു. ഖുർആനിന്റെ പരിഭാഷ ഇറങ്ങാൻ തുടങ്ങി. ഖുർആന്റെ പരിഭാഷ ഇറക്കിയപ്പോ ഫത്വ വന്നു, പരിഭാഷ ഇറക്കിയാൽ കാഫിറും മുർത്തദ്ദുമാകും. ഇന്നുണ്ട് ഫത്വ, മാറ്റിയിട്ടില്ല, വെട്ടിത്തിരുത്തിയിട്ടില്ല. അതേ പറഞ്ഞ ആളുകളെ കൊണ്ട് പടച്ചറബ് പരിഭാഷ എഴുതിപ്പിച്ചു. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ, പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളുടെ പരിഭാഷയുണ്ട്, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ പരിഭാഷയുണ്ട്, KVM പന്താവൂരിന്റെ പരിഭാഷ ഉണ്ട്. മതി, തിരുത്തിയാലും ഇല്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു കടലാണ്, സമുദ്രമാണ്. നീന്താൻ അറിയാത്തവൻ ഇത് പഠിക്കാൻ തുടങ്ങിയാൽ മുങ്ങിക്കുളിക്കും, നശിക്കൂട്ടോ. സാധാരണക്കാർ ഇത് പഠിക്കാൻ പോകരുത്. അതൊക്കെ വിവരമുള്ള ആലിമീങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ വേണമെങ്കിൽ അൽ ഫാത്തിഹ പഠിച്ചാൽ മതി, അതും അർത്ഥം പഠിക്കരുത്. ഇവിടെ കാരണന്മാരൊക്കെ ഉണ്ട്, ഇവർക്കൊക്കെ കേട്ട് നല്ല പരിചയം ഉണ്ടാവും. ഫാത്തിഹ പഠിച്ചാൽ മതി, അർത്ഥം പഠിക്കരുത്. ആ അർത്ഥം പഠിച്ചാൽ നേരെ ചങ്ക് തറക്കണ ചോദ്യം ചോദിക്കുക. ഫാത്തിഹന്റെ അർത്ഥം പഠിച്ച എന്താ ചോദിക്കുക? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് വെച്ചുകൊണ്ട് പഠിതാവ് ചോദിക്കും, അല്ല ഉസ്താദേ, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു പ്രഖ്യാപിച്ച നമുക്ക് എങ്ങനെയാണ് ബദരീങ്ങളെ രക്ഷിക്കണേ, ഇഫായിഷൈഖേ രക്ഷിക്കണേ എന്ന് ഒരു മനുഷ്യനെ വിളിച്ച്, മറവ് ചെയ്യപ്പെട്ട മരണപ്പെട്ട ഒരാളെ വിളിച്ച് എങ്ങനെയാ സഹായം ചോദിക്കാൻ പറ്റുക? ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. അതുകൊണ്ട് എന്താ പണി? ആരും പഠിക്കരുത്. പിന്നെ ജനങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അല്ല, ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കാം? മക്കളെ കിട്ടണ്ടേ, കുടുംബത്തിന് ആഗ്രഹങ്ങൾ നടക്കണ്ടേ, നല്ല നല്ല പുണ്യകാര്യങ്ങൾ വേണ്ടേ, രോഗങ്ങൾ മാറണ്ടേ? അതിന് പരിഹാരമുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് ഇതാ പുതിയ സാധനം കൊടുത്തു. അതേതാ? പക്ഷിപ്പാട്ട്, കിളിപ്പാട്ട്, മാലപ്പാട്ട്, കുറത്തിപ്പാട്ട്, അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ ഇട്ടു കൊടുത്തു. ഇതെന്താ പറഞ്ഞ്? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഇത് തെറ്റുകൂടാതെ മഖ്റജ് ശരിയാക്കി, തജ്വീദ് ശരിയാക്കി മുഹിയുദ്ദീൻ മാല പാടിയാൽ സ്വർഗത്തിൽ ഒരു മാളിക കിട്ടുന്നതാണ്. ഇനി ആർക്ക് വേണം ഖുർആന്? ഖുർആന് മൊത്തം ഓതിയ സ്വർഗത്തിൽ മാളിക തരാന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. മുഹിയുദ്ദീൻ മാല തെറ്റുകൂടാതെ ഓതിയ മാളിക തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ആ ഖുർആനെ പതുക്കെ മാറ്റിവെച്ചു. മാലയിൽ എന്താ പറഞ്ഞത്? ബല്ലെ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പോടാ ഉത്തീരം നൽകൂ ഞാൻ എന്നോവർ.
അല്ല പറഞ്ഞത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഉദ്ഊനി അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്നാണ്. എന്നാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവർ പറഞ്ഞു വായ കൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ. അപ്പൊ ഏതാ സ്പീഡ് കൂടുക? മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ച. എന്നിട്ട് മനസ്സിലാവാത്ത സാധാരണക്കാരോട് പറഞ്ഞു നിങ്ങൾ യാത്ര പോകാന്ന് വിചാരിച്ചോളി, KSRTC ബസ്സിൽ പോയാൽ അങ്ങനെ ഉണ്ടാവും, ബെൻസ് കാറിൽ പോയാൽ അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് വ്യക്തമായി പറഞ്ഞു കൊടുത്തു നിങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാല് KSRTC പോയ മാതിരി ഉണ്ടാവും. നിങ്ങൾ ഔലിയാക്കന്മാരോടും മഹാമാരോടൊക്കെ പ്രാർത്ഥിച്ചാല് ബെൻസിൽ പോയ മാതിരിക്കും, അതങ്ങോട്ട് പറപ്പിച്ചെത്തും. ഇതൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? ഇതൊക്കെ മലയാളത്തിലല്ലേ പറഞ്ഞത്? ഈ നാട്ടില് എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. അല്ല ഉസ്താദേ, അതെങ്ങനെ ശരിയാവുന്നതെന്ന് ഒരു മനുഷ്യൻ ചോദിക്കണ്ടോ? ലോകം നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാന്ന് പറഞ്ഞിട്ട് ഈ അങ്ങാടിയിലെ എത്രയെത്ര മനുഷ്യന്മാരുടെ പള്ളി പോകുന്നുണ്ട്. അല്ല, അത് ശരിയാണോ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഖുർആൻ ഓതുക. എന്നിട്ട് അപ്പുറത്തിറങ്ങിയിട്ട് വേറെ പറയാ എന്താ മിണ്ടാത്തത്, ആരെയാ പേടിക്കുന്നത്? വലാ തഖാഫൂന ലൗമത ലായിമിൻ. മനുഷ്യരെ അന്തസ്സുള്ള ജീവിതമാണ്. മനുഷ്യരെ പേടിച്ച് ജീവിക്കേണ്ടവരല്ല, നാട്ടുകാരെ കാണിച്ച് ജീവിക്കേണ്ടവരല്ല, അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള ജീവിതമാണ്. നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരം എൻ്റെ ആരാധനക്ക് പടച്ചോർക്കുള്ളതെന്ന് പറഞ്ഞു. ഈ നാട്ടുകാര്, നേതാക്കന്മാര്, കുടുംബക്കാര്, ഭാര്യ, മക്കൾ എന്നൊക്കെ പറയുന്നവരൊക്കെ 6 അടി മണ്ണിൽ കബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ മാത്രമാണ്. അവിടുന്ന് അങ്ങോട്ട് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണെന്ന് ബോധമുണ്ടാവണം. അതുവരല്ലേ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ഒറ്റക്കാ. അവിടെ രക്ഷപ്പെടണോ? അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഈ ഹുദ പഠിക്കണം. എന്നാൽ ജനങ്ങളെ കൊണ്ട് ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് അവരുടെ കൈകളിലേക്ക് ഇതുപോലെയുള്ള മഹാന്മാരുടെ പേര് പറഞ്ഞ് ഓരോ പുസ്തകങ്ങൾ കെട്ടിയുണ്ടാക്കി ഇതങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. അവരോട് പ്രാർത്ഥിച്ചാൽ മതി. അവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് പറ്റുമെന്ന് മാത്രമല്ല, അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് പറ്റൂല. അല്ലാഹു അല്ലാത്ത ഒരു ആളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്ന് ഖുർആൻ പറയാൻ. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ ഖുർആനിലെ അമ്പിയാക്കന്മാരുടെ സകല ചരിത്രവും പറയുന്നു. അവരൊക്കെ പ്രാർത്ഥിച്ചത് അല്ലാ റബ്ബനാ എന്നുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നബിന്റെ പ്രാർത്ഥനയിൽ ഇലാ ഹദറത്തി യൂനുസ് നബി, ഇലാ ഹദറത്തി നൂഹ് നബി ഒരു പ്രാർത്ഥനയും കാണൂല. ഇബ്രാഹിം നബിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടൊരു പ്രാർത്ഥന നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇസ്മായിൽ നബിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടൊരു പ്രാർത്ഥന എവിടെയും ഇസ്ലാമിൽ കാണൂല, ഖുർആനിൽ കാണൂല, ഹദീസിൽ നിങ്ങൾക്ക് കാണൂല. നാട്ടിലുണ്ടാകാം, ഏട്ടിലുണ്ടാകൂല. അതിങ്ങനെ നാട്ടിൽ വന്ന് നാട്ടിൽ അങ്ങനെ അങ്ങനെ വന്നുപോയി. ഏട്ടിലത് വഹിയാണ്, അതവിടെ ഉണ്ടാകും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹ് സംരക്ഷിക്കും. അത് ഖിയാമത്ത് നാൾ വരെ അതവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അമ്പിയാക്കന്മാര് മുഴുവൻ പ്രാർത്ഥിച്ചത് റബ്ബന എന്നാണ്, അല്ലാഹുമ്മ എന്നാണ്. അയ്യൂബ് നബിന്റെ പ്രാർത്ഥന നോക്ക്, രോഗം ബാധിച്ചപ്പോ. യൂനുസ് നബിന്റെ പ്രാർത്ഥന നോക്ക്, യാക്കൂബ് നബിന്റെ പ്രാർത്ഥന നോക്ക്. ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാ അമ്പിയാക്കന്മാരുടെയും പ്രാർത്ഥന അള്ളാഹുവിനോടായിരുന്നു. 2, അള്ളാഹു അല്ലാതെ വേറെ ഏതൊരാളോട് പ്രാർത്ഥിച്ചാലും അവരൊക്കെ അടിമകളാണ്. ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് ഇവിടുത്തെ ഏതെങ്കിലും മതക്കാര് പ്രാർത്ഥിച്ചാൽ ഈസാ നബി അള്ളാന്റെ അടിമയാണ്, പറ്റൂല. ഇബ്രാഹിം നബിയെ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇബ്രാഹിം നബി അടിമയാണ്. ഉസൈർ നബിയെ എന്ന് പ്രാർത്ഥിക്കുന്ന യഹൂദികൾ ഉണ്ടെങ്കിൽ ഉസൈർ നബി അള്ളാന്റെ അടിമയാണ്. മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ പോലും മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്. ശരി, അടിമകളോട് എങ്ങനെയാണ് മറ്റൊരടിമക്ക് പ്രാർത്ഥിക്കുക? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെ ഉറക്കമുള്ള മയക്കമുള്ള എല്ലാം ബാധിക്കുന്ന അടിമകളാണ് അവരും. എന്തിനവരോട് പ്രാർത്ഥിക്കണം?
3, അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം അറിയണം, അവർ അശക്തരാണ്. മുഹ്യിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒന്നാമത്തെ പ്രശ്നം മലയാളം അറിയില്ല. ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾക്ക് ഒന്നാമത് മലയാളം അറിയില്ല. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്. ബദരീങ്ങൾക്ക് മലയാളം അറിയില്ല, മലയാളത്തിലാ പ്രാർത്ഥിക്കാം. മുഹ്യിദ്ദീൻ ശൈഖിനോട് റിഫായി ശൈഖിനോട് മലയാളം അറിയില്ല, എന്നാലും മലയാളത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതേ സമയത്ത് നമ്മുടെ പള്ളിയിൽ ജുമാക്ക് വരുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും നല്ല മലയാളം അറിയാം. അവരോട് ഫുൾ അറബിയിലെ പറയാം, ഓരോട് മലയാളം പറയില്ല. അവരോടെങ്ങാനും മലയാളം പറഞ്ഞ അടുത്ത ആഴ്ച മുതൽ പള്ളിയിൽ ആളുണ്ടാവില്ല. അതുകൊണ്ട് ആള് മുമ്പിലുണ്ടാവണോ, അവർക്കൊന്നും തിരിയരുത്, കോട്ടായിട്ട് നീച്ചു പോകുക. എന്താ കഴിഞ്ഞ 10-20 കൊല്ലാലും ഇരിക്കാൻ തുടങ്ങിയിട്ട് ഖുതുബക്ക് പോയിട്ട് എന്താ പഠിച്ചു പോനെ? അതിപ്പോ എന്താ അറബിയിലായാ പോരെ, അറബിയിലായാ മതി. സഹോദരങ്ങളെ, ഞാൻ ആ വിഷയത്തിലേക്ക് പറയണേ. 23 കൊല്ലക്കാലത്ത് ഖുതുബ നടത്തിയിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വെള്ളിയാഴ്ച ഒരു സെന്റൻസ് ഈ നാട്ടിൽ ഏതെങ്കിലും മനുഷ്യർക്ക് ഉണ്ടെങ്കിൽ ചിന്തിക്ക്, ഒരൊറ്റ വെള്ളിയാഴ്ച ഒരു സെന്റൻസ് തന്റെ മുന്നിൽ ഇരിക്കുന്ന സ്വഹാബത്തിന് മനസ്സിലാവാത്ത സെന്റൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. 23 കൊല്ലക്കാലം മിമ്പറിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ സ്വഹാബത്തിനോട് വേറൊരു ഭാഷയിൽ വേറെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അവർക്കൊക്കെ ഖുതുബയെന്ന് പാഠം പഠിഞ്ഞിരുന്നു, അവർ തെറ്റുതിരുത്തിയിരുന്നു, അവർ പ്രാർത്ഥന പഠിച്ചിരുന്നു. ഖുതുബക്ക് നേരം വൈകി വന്ന് നിസ്കരിക്കാതെ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരുന്നപ്പോ ഖതീബ് എണീക്കണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ ഖുതുബ വഅലായി ഉപദേശമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കിയിരുന്നു. ഇവിടെ അതൊന്നും നിയമല്ല. മആശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ്. നിങ്ങൾ ഏതെങ്കിലും ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അങ്ങനത്തെ വെള്ളിയാഴ്ച ഖുതുബ ഉണ്ടോന്നുണ്ട്. ബാളും പിടിച്ചിട്ട് ഖുതുബ പറഞ്ഞ ഒരു രംഗം നിങ്ങൾ ഹദീസിലുണ്ടെങ്കിൽ കൊണ്ടുവരും. ബാളും പിടിച്ച ഹദീസ്. ഏത് മദ്ഹബിന്റെ ഇമാമിങ്ങളാണ് അതിന് നിങ്ങൾക്ക് തെളിവ് പറയാനുള്ളത്? ഇല്ല, ഇല്ല. പിന്നെ നടക്കണില്ലേ? അത് നടക്കുന്നുണ്ട്, നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി നടക്കുന്നത് എന്താ? നബാത്തി ഖുതുബ എടുത്ത് വായിക്കാണ്. സുബ്ഹാനല്ലാഹ്, നബാത്തി ഒരു ഈജിപ്തുകാരനാ. ഹിജ്റ 768 മരിക്കുന്നത്. ഹിജ്റ 768. ആ മനുഷ്യൻ എഴുതിയ ആ ഖുതുബ അടിപൊളി ഖുതുബയാണ്. എന്നാ അതെങ്കിലും മലയാളത്തിൽ കൊടുത്ത സാധുക്കൾ പഠിക്കൂട്ടോ. ആ ഖുതുബയിലുടനീളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് വിശദീകരിക്കാണ്. പള്ളിയിൽ പോയിട്ട് ഉസ്താദിനോട് ചോദിക്ക്, ഒരു ദിവസം പെട്രോളിൽ മൈക്കിന്റെ പൈസ കൊടുക്കിങ്ങള്, എന്തിനൊക്കെ നമ്മൾ പൈസ ചെലവാക്കണു? ആ 5 ഖുതുബ റബീഉൽ അവ്വലിലെ 5 ഖുതുബയൊന്ന് ഞങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തരാൻ പറ്റുമോ ഉസ്താദേ? സ്നേഹം കൊണ്ട് പറയാണ്, പഠിക്കാൻ വേണ്ടി പറയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ആ 5 ഖുതുബയിൽ ഒരിടത്ത് പോലും മീലാദുൻ നബി ചർച്ചയില്ല, ഡാൻസ് ചർച്ചയില്ല, DJ പാർട്ടി ചരിത്രത്തിലില്ല, ലഡു വിതരണം ചർച്ചയിലില്ല, മധുര പലഹാരം ചർച്ചയിലില്ല. മദീനയുടെ കരച്ചിലും തേങ്ങലുമാണ് അവിടുത്തെ ഖുതുബ. ആ ഖുതുബ പറഞ്ഞ ആത്മാർത്ഥമുള്ള ഒരു ഖതീബാണെങ്കിൽ മിമ്പറിനെ താഴെറങ്ങിയിട്ട് കരഞ്ഞിട്ട്, ഞാൻ ഇക്കൊല്ലത്തിന് നബിയുൽ അവ്വലിന് ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ഞാൻ നബിദിനത്തിന് 10 ദിവസം ലീവ് ആയിരിക്കും പറഞ്ഞു. മൂപ്പർ ലീവ് എടുത്തു. പക്ഷെ പോകുമോ? പോവില്ല. എങ്ങനെ പോകാൻ കഴിയോ? കഴിയില്ല. എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാരുടെ ചിന്തയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഉണ്ടാവേണ്ടത് എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് റബീഉൽ അവ്വൽ 12-നാണ്. നിങ്ങൾ ചരമം ആഘോഷിക്കുമോ? മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആണ്ട് ആഘോഷിക്കുന്നു റബീഉൽ ആഖിറിൽ. മുഹ്യിദ്ദീൻ ശൈഖ് ജനിച്ചത് റമദാനിലാണ്. നിങ്ങൾ ജന്മദിനം ആഘോഷിക്കോ? അന്ന് ആഘോഷിച്ച എന്താ കിട്ടുക? ചാപ്പാട് കിട്ടുമോ? റബീഉൽ അവ്വൽ കുഴപ്പമില്ല, റമദാനിലാണ് ജന്മദിനം നടക്കുന്നത്. അതില്ല. അവനവൻ തീരുമാനിക്കുക, അവനവൻ നടപ്പിലാക്കുക, ഡേറ്റ് പ്രഖ്യാപിക്കുക. അതിനൊക്കെ നാട്ടുകാർ നിന്ന് തരണമെന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കാൻ ഇവിടെ മനുഷ്യരില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ദുരാചാരങ്ങൾ നടമാടിയപ്പോൾ ലൂത്ത് നബി ചോദിച്ചു നാട്ടുകാരോട്, അലൈഹിസ ഫീകും റജുലുൻ റഷീദ്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരു മനുഷ്യനും ഇല്ലയോ? ഒരാളെങ്കിലും. ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ? മദ്ഹബിന്റെ ഏതെങ്കിലും ഇമാമുമാര് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിന്റെ ഒരു മസ്അല പറഞ്ഞിട്ടുണ്ടോ?
ചോദിച്ചോക്കി. വലിയ മദ്ഹബിന്റെ നാട്ടുകാരാണല്ലോ നമ്മളൊക്കെ. മദ്ഹബിന്റെ ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഫിഖ്ഹിന്റെ കിതാബ് സുബ്ഹാനല്ലാഹ് വായിച്ചാല് വുളു അടക്കം നിസ്കാരം സുജൂദൊക്കെ എത്ര പേജിലാ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ലോകത്ത് നടക്കാത്ത സംഭവങ്ങൾ വരെ ആ പുസ്തകത്തിലുണ്ടാവും. എന്നാൽ അതിലെവിടെയും നമുക്ക് ഒരു നബിദിനത്തെ പറ്റി ഒരു സെന്റൻസ് ചർച്ചല്ല. അവർക്ക് അറിയില്ല. ഇതാരാ തുടങ്ങിയത്? 800 വർഷം പഴക്കമുള്ള ഫാത്തിമിയാക്കൾ തുടങ്ങിയതാണ്. നിങ്ങൾ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിനപ്പുറത്തേക്ക് അത് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു, സിൻസാറുല്ലക്ക് ഹുദവി പറഞ്ഞു, ഈ നബിദിനാഘോഷത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. മ്യൂസിക് ഇട്ട് പാട്ടിട്ട് കൊണ്ടാണ് മദ്ഹ് പാടുന്നത്, മ്യൂസിക്കിന്റെ അടിസ്ഥാനത്തിലാണ് സ്വലാത്ത് ചെല്ലുന്നത്. ഇതൊരിക്കലും പ്രവാചക സ്നേഹമല്ല. നമ്മളല്ല, സിൻസാറുൽ ഹക്കാണ്, ബാത്തിൽ പറയില്ലല്ലോ. ശരി, എന്നാ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക്. പേരോട് ഉസ്താദ് പറയാണ്, നഊദു ബില്ലാഹ്, എന്താ ഇപ്പൊ കാണുന്നത്? നാട്ടിലുടനീളം റാലി നടക്കുന്നു, റാലിയിൽ സ്ത്രീകളടക്കം പങ്കെടുക്കുന്നു. ഇത് നബി സ്നേഹമല്ല. ശരി, ഒക്കെ നമ്മൾ എത്ര കൊല്ലായി പറയുന്നു. കാഞ്ഞാറ് ബാക്കവി, കബീർ ബാക്കവിന്റെ പ്രഭാഷണം ഉണ്ടാവുമല്ലോ, ഇവിടെയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. കബീർ ബാക്കവി സടകുടഞ്ഞെഴുന്നേറ്റ് പറഞ്ഞു, DJ പാർട്ടി അടക്കമുള്ള പേക്കൂത്തുകൾ, ഓസ്ഫോസ് അടക്കമുള്ള സംഘടനകൾ, പൂർവ്വ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയിട്ട് നടത്തുന്ന ഈ പ്രവാചക സ്നേഹം നിയന്ത്രിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കിട്ടൂല. നിങ്ങൾ ദീനല്ലാത്തോണ്ട് ആരാ പറയാ, ആരാ അനുസരിക്കുക? എന്തെങ്കിലും ചെയ്താൽ പൂർവ്വ വിദ്യാർത്ഥികൾ പറയും, ഉസ്താദ് നബി സ്നേഹം. എന്നാ കുഴപ്പമില്ല. എന്ത് ചെയ്താലും എതിർക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. എന്തൊക്കെയാ നടന്നു? അറേബ്യൻ ഡാൻസ്, കവാലി, തുള്ളിച്ചാട്ടങ്ങൾ, എന്തൊക്കെയാ ഓരോ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊന്നും പറയില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു തെളിവും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ഖുതുബിയ്യത്തിലൂടെ. കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി ഭക്തി പുരസ്സരം താഴ്മയോടുകൂടെ നിങ്ങൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിക്കണം. ആരെ? അല്ലാഹ്, ഗഫൂറേ എന്നല്ല, വദൂദേ എന്നല്ല, യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു. അടക്കം നടക്കുന്നുണ്ടാവുമല്ലോ, എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഖുതുബിയ്യത്ത് നടത്തുന്ന മനുഷ്യന്മാരെ നീ 1000 തവണ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന മനുഷ്യനെ വിളിക്കണ്ടല്ലോ. ഒരു ദിവസമെങ്കിലും രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു 10 പ്രാവശ്യം പടച്ചോനെ റബ്ബേ എന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടോ? അള്ളാഹു 7ാം ആകാശത്ത് നിന്ന് 1ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചോളി, ഞാൻ തരാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് അള്ളാഹ് വിളിക്കാൻ നിന്നോട് സമ്മതിക്കൂല. നിന്നോട് പറയും 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിക്കാൻ. ഇതിനാ ലൈറ്റ് ഓഫ് ആക്കണ? കള്ളന്മാരുടെ സ്വഭാവമല്ലേ അത്? പച്ചക്ക് വിളിച്ചോളി നിങ്ങള്. എന്നിട്ട് മുഹിയുദ്ദീൻ മാല, ഇത് എത്ര കൊല്ലണ്ട്? മുഹിയുദ്ദീൻ മാല 400ാം വാർഷികം കഴിഞ്ഞിട്ടുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പഴക്കെത്രയാ? 1400 കൊല്ലം. നമ്മളെ ഫർള് നിസ്കാരം, നമ്മളെ സുന്നത്ത് നിസ്കാരം, നമ്മളെ ജനാസ നമസ്കാരം, നമ്മുടെ ദിക്റുകൾ, വാഹനത്തിൽ കയറിയുള്ള പ്രാർത്ഥന, ഉദുവിന് ശേഷമുള്ള പ്രാർത്ഥന എത്ര കൊല്ലം പഴക്കണ്ട്? 1400 കൊല്ലം പഴക്കണ്ട്. അത് ഇസ്ലാമാണ്. മുഹിയുദ്ദീൻ മാല 400 കൊല്ലായിട്ടുള്ളൂ. അത് ഇസ്ലാം അല്ല, ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ. ഖുതുബിയ്യത്ത് തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 300 കൊല്ലായിട്ടുള്ളൂ. പുതിയതാണ്, പുത്തൻവാദിയാണ്. നാരിയ സ്വലാത്ത് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ? നാരിയ സ്വലാത്ത് മൊറോക്കക്കാരൻ ഇബ്രാഹിം മുന്നാസ് ഉണ്ടാക്കിയതാണ്. 700 കൊല്ലം പഴക്കമായിട്ടുള്ളൂ. 1400 ഇല്ല. മജ്ലിസുന്നൂറും മഹദറത്തുൽ ബദരിയും നാട്ടിൽ നടക്കുന്നുണ്ടോ? അതൊക്കെ 10ഉം 20ഉം കൊല്ലായിട്ടുള്ളൂ. മഹദറത്തുൽ ബദരിയെ മജ്ലിസുന്നൂറിനെ തോൽപ്പിക്കാണ്ടാക്കിയതാണ്. അതൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതങ്ങോട്ട് വന്ന് ഇരുന്നാൽ ക്യാൻസർ മാറും, കടം മാറും, ദാരിദ്ര്യം മാറും. വെറും ദുനിയാവ് മാറ്റിലുള്ളൂ. പടച്ചോന്റെ ഒക്കെ കൂലി കിട്ടും വിചാരിച്ചിട്ടാണോ മജ്ലിസുന്നൂറിന് പോണത്? അല്ല അല്ല, അതിനൊക്കെ വേറെ പരിഹാരങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെ തുടങ്ങി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുളച്ചു പൊന്തുന്ന ഓരോ സംഭവങ്ങളും യഥാർത്ഥ സ്വലാത്ത് ചൊല്ലണ്ട നമ്മളെ കൊണ്ട് അത് ചൊല്ലണ്ട. നാരിയ സ്വലാത്ത് ചൊല്ലിക്കോ, താജു സ്വലാത്ത് ചൊല്ലിക്കോ. യൂട്യൂബിലാണ് തെരഞ്ഞു നോക്കിയാൽ സ്വലാത്ത് എന്ന് അടിച്ചാൽ വരും ഇവരുടെ കുറേ സ്വലാത്ത്. ഗർഭം ധരിച്ചവർ 10 പ്രാവശ്യം ചെല്ലുക, കുട്ടികളില്ലാത്തവർ 25 പ്രാവശ്യം ചെല്ലുക, ക്യാൻസർ ബാധിച്ചവർ 499 പ്രാവശ്യം ചെല്ലുക. അങ്ങോട്ട് തീരുമാനിക്കുക. ഈ സാധുക്കൾ ശ്വാസം വിടാതെ 489 ആയപ്പോഴേക്കും എണ്ണം വെച്ചിട്ടുണ്ടാവുക. വീണ്ടും 1 മുതൽ പിന്നെയും തുടങ്ങും.
ഈ മനുഷ്യന്മാരെ ഇങ്ങനിട്ട് നിങ്ങൾ ഇസ്ലാമിലെ ദിക്ർ നോക്കിയിട്ടുണ്ടോ? 100-ൽ കൂടുതൽ ഒരൊറ്റ ദിക്ർ പറഞ്ഞിട്ടില്ല. 100-ൽ കൂടുതൽ എണ്ണം പറഞ്ഞ ഒരൊറ്റ ദിക്റില്ല. ഇവരുടെ ദിക്ർ 6666 തവണ ദിക്ർ, 333, 999. എന്നിട്ട് എങ്ങനെ ചില കൗത്തുളുക്കണ ദിക്റാണ്. ഈ നാട്ടിലെ അപ്പുറത്തുപ്പുറത്തുള്ളവരൊക്കെ എന്താ അതിൻ്റെ ഉള്ളിലെന്ന് വിചാരിക്കും. ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ പേടിപ്പിച്ച ദിക്റുണ്ടോ? കുത്തറാത്തീബ്. പടച്ചോനാണ് റബ്ബെ, ഇസ്ലാമിൽ ഒരു ദിക്ർ ചെല്ലാൻ കത്തിയെടുത്തിയല്ലേ? ധൈര്യം ഉണ്ട് ഇവിടെ നേരെ ആ കത്തി നേരെ പിടിച്ചിട്ടേ നേരെ കുത്തിക്കയറ്റാ കുത്തറാത്തീബ് നടത്താൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സൈഡിൽ കൂടെ ഇങ്ങനെ പോകണ തോലുമ കൂടെ ഇങ്ങനെ. എന്താ നേരെ കുത്താത്തത്? ഓൽക്കറിയാം അത് പള്ളമ കൊണ്ട വേറെ ഉണ്ട് എന്നുള്ളത്. എന്നൊക്കെ പറഞ്ഞ് കുറെ ദിക്റൊക്കെ ചൊല്ലി അതൊക്കെ ചൊല്ലിപ്പിച്ച്. സുഹൃത്തുക്കളെ, കുത്തറാത്തീബ് കണ്ടിട്ട് ആരാ അവിടെ ഇസ്ലാം സ്വീകരിച്ചത്? കുത്തറാത്തീബ് കണ്ടിട്ട് ആർക്കും അവിടെ ഈമാൻ കയറിയത്? പേടിച്ചു പോകാന്നല്ലാതെ. ഇതൊക്കെ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാണ് ദീന്, ഇത് ചെയ്യാത്തവർ ഇസ്ലാം എന്ന് പുറത്താണ്, പുത്തൻവാദികളാണ്, കണ്ടാമണ്ടരുത്, ചുരുക്കരുത്, സലാം പറയരുത്, എന്തൊക്കെയാ പറയുന്നത്? ഞാൻ സ്നേഹത്തോടെ പറയാ, നിങ്ങളൊന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കി നോക്ക്. എന്ന് മാത്രമല്ല, ഖുതുബിയ്യത്തടക്കമുള്ള പുസ്തകങ്ങളിൽ ഇവർ എഴുതി വച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? മലയാളത്തിൽ അറബി തിരിയാത്തവർക്ക് വേണ്ടി മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഖുതുബിയ്യത്തിലെ അതിൻ്റെ അർത്ഥങ്ങൾ തിരിയാൻ വേണ്ടി പരിഭാഷ ഇറക്കിയവരാണല്ലോ ഈ മഹാന്മാർ. കഅബാനെ ചുറ്റുവാർ കുത്തുബാണോരെല്ലാരും, കഅബം തോവാഫന്നെ താൻ ചെയ്യുമെന്നോവർ. ഇനി നോണ എഴുതിണ്ടാക്കുകയാണ്. നോണ എവിടെ എത്തുന്ന വെച്ചാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പോരിഷ എഴുതി വെച്ച മുഹിയുദ്ദീൻ മാലന്റെ വ്യാഖ്യാനത്തിൽ കഅബന്റെ അടുത്ത് എന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയുന്നത്, ഞാൻ കഅബനെ തവാഫ് ചെയ്യൂല, കഅബ എന്നെ തവാഫ് ചെയ്യണം. ധിക്കാരം കാണിക്കേ. അങ്ങനത്തെ ഔലിയ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? ഇത് കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ്. അതുമാത്രമല്ല ഷെയ്ഖിനെ പറ്റിയിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അവര് പറയാ, ൂറക്കമാതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്നോവർ. അവരെഴുതിയ വാക്ക് വായിക്കട്ടോ. ശൈഖ് അവറുകൾ ഭക്ഷണവും വെള്ളവും ഉറക്കവുമില്ലാതെ 1 വർഷം ധ്യാന നിരതനായി പ്രവർത്തിച്ചു. വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, ഉറങ്ങൂല. 1 കൊല്ലം. മനുഷ്യനല്ലേ? എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ വിശ്വസിക്കണം. ഇബ്ലീസ വേരെ ചാദിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കാടത്തി അയച്ചോവർ. പിന്നെ സമാധാനം എന്താ അറിയോ? ഇതിലൊരു പറയുന്നുണ്ട്, ഇത് ഓവറാണ്. അതുകൊണ്ട് ആരും ബേജാറാവണ്ട. ഇതിലെല്ലാ സെന്റൻസിനും അവസാനം ഓവറാന്ന് പറയുന്നുണ്ട്. അത് ഓവറാണെന്ന് പറയാനുള്ള കാരണം എന്താ? ഇബ്ലീസ് ഒരിക്കൽ വന്ന് ശൈഖ് അവറുകളെ ചതിക്കാൻ ചെന്നപ്പോ ശൈത്താൻ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു. ആദം നബി അലൈഹി സ്വലാമിനെ വസ്വാസം ഉണ്ടാക്കിയിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് പിടിച്ചിട്ട് താഴ്ത്തി നിലത്തേക്ക് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തുണ്ടെങ്കിലും മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഭേദം വിളങ്ങി ഫാറവാൻ മടിച്ചാരെ വേദാംബർ അവർ വായിൽ തുഫി കൊടുത്തോവർ. കളവ് പറഞ്ഞ് നബിന്റെ പേരിലാണ് അടുത്ത കളവ്. പ്രചരണ രംഗത്ത് കടന്നു വരാതെ മടിച്ചു നിന്ന ശൈഖ് അവറുകൾക്ക് ബർക്കത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിൽ തുപ്പിക്കൊടുത്തു. ഇത് വല്ലാത്ത അത്ഭുതാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനിച്ച ഒരു മനുഷ്യനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മഹാൻ തുപ്പിക്കൊടുത്തു എന്ന് പറയണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആ സ്റ്റൈൽ എന്ന് ആലോചിക്കും. എന്തും വിടാ, ആരും ചോദിക്കൂല, ആരും പറയില്ല. നബിന്റെ പേരില്, അള്ളാന്റെ പേരിൽ കളവുണ്ട്, അള്ളാന്റെ പേരിലും കളവ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ? ഒരിക്കലേ അള്ളാഹു ആവണ്ണം അല്ലാ പാടച്ചവൻ താൻ തന്നെ യാ ഗൗസുൽ അഅ്ലം എന്നല്ലാ വിളിച്ചോവർ. ഒരിക്കൽ ഔസുൽ അഅ്ലമേന്ന് അല്ലാഹ് വിളിച്ചു. അല്ലാഹ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഹദീസിലുണ്ടാവും.
അവിടെ രണ്ടിലില്ലെങ്കിൽ ഈ നുണയ്ക്ക് എഴുതി വെച്ചിട്ട് ഈ പാവങ്ങളെ കൊണ്ട് പള്ളിയിൽ വെച്ച് ഇങ്ങനെ പാടിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊക്കെ പഠിച്ചതെന്താ? അള്ളാഹുവിന് സമന്മാരായി ആരുമില്ല എന്നാണ്. അള്ളാഹ്ക്ക് സമമായി തുല്യനായി ഒരാളില്ല. ഉദാഹരണത്തിന് അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, ഉറപ്പാണല്ലോ. എന്നാൽ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ് പേര് കൊണ്ട് ഉന്നതി നേടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന് 99 പേരാണുള്ളതെന്ന് പണ്ഡിതർ പറയുന്നു. മുഹ്യിദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചെന്ന് ചോദിക്കുന്നത്? മുഹ്യിദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. ആ പേരുകൾ ഇവയാകുന്നു: ഖുത്ബ്, അബ്ദുൽ ഖാദിർ, സയ്യിദ്, മുഅയ്യിദ്, കരീം, അലീം, ഷരീഫ്, ലരീഫ്, ഇമാം, ഹുമാം, സാലിക്. 99 ഉണ്ട്. ഓലെ എഴുതിണ്ടാക്കിയതുകൊണ്ട് ഞാനത് വായിക്കണില്ല. അപ്പൊ എന്തൊക്കെ അള്ളാഹുവിന്റെ മാത്രമാണോ അതൊക്കെ തിരിച്ചിപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു അൽ ഫുയൂലാത്തുർ റബ്ബാനിയ എന്ന പേരിൽ അറബിയിൽ മുഹ്യിദ്ദീൻ ശൈഖിനെ പറ്റി കള്ളപ്രചരണം എഴുതിയ പുസ്തകത്തിൽ പറയുന്ന വാക്ക് മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു അത്രേ, ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം. ഭൂമിയിൽ എത്ര മണൽത്തരിയുണ്ട് എന്ന് എനിക്കറിയാം. അല്ലാഹ് എന്തൊക്കെ ഇൽമുണ്ടെന്നതിന്റെ അർഫുകൾ എനിക്കറിയാം. കടലിൽ എത്ര തിരമാലുണ്ട് എന്ന് എനിക്കറിയാം. ഇതൊക്കെ പടച്ചോനെ പറ്റി മാത്രം പറയേണ്ട കാര്യങ്ങളാ. അതൊക്കെ പറയേണ്ടതിന് പകരമായി കൊണ്ട് നേരെ തിരിച്ച് അവര് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഷെയ്ഖിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് റിഫായി ഷെയ്ഖ് പറയാണ്, മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്തത്ത് മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഒന്നുമല്ല നമ്മളെ കറാമത്ത വലുത്. റിഫായി മാല വായിച്ചു നോക്കിയാൽ സങ്കടാണോ എന്നൊക്കെ വരിക, ദേഷ്യാണോ വരാന്നറിയില്ല. അള്ളാഹുവിനെ പരിഹസിക്കുന്ന, ഔലിയാക്കന്മാരെ പരിഹസിക്കുന്ന, മലക്കുകളെ പുച്ഛിക്കുന്ന ഒരുപാട് വരികളുണ്ട്. ഏതെങ്കിലും മനുഷ്യന്മാർ അറിയാതെ ചൊല്ലിപ്പോയെങ്കിൽ ഇന്ന് പോയി പൊട്ടിക്കറിഞ്ഞ് തൗബ ചെയ്തോളി. എക്സാമ്പിളിന് വേണ്ടി പറയാം. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കാലം കഴിഞ്ഞ് റിഫായി ഷെയ്ഖ് അദ്ദേഹത്തിനെ പറ്റിയിട്ട് നാട്ടുകാർ എഴുതിയുണ്ടാക്കിയ പുസ്തകത്തിലുണ്ടല്ലോ, അവിടുന്ന് പറയാ, ഉന്നം തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികൾ ഇമ്പി വേണ്ടെന്ന് ചൊന്നോവർ. മക്കയിലേക്ക് തവാഫിന് വേണ്ടി വന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖിനോടും ടീമിനോടും പറഞ്ഞു, ഉന്നം തുടി മുട്ടിയിട്ട് കഅബാനെ തവാഫ് ചെയ്യാൻ പറ്റൂല, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മാന്യമായിട്ട് തവാഫ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ചു, തെറ്റി, ആകെ പ്രശ്നമായി. ഞാൻ ഇനി തവാഫ് ചെയ്യൂല എന്നാണ് തീരുമാനിച്ചു, വാശി പിടിച്ചു. അതൊക്കെ മതിൽമണ്ട് കൊളത്തിട്ടിട്ടു, ഞാൻ ഇനി തവാഫ് ചെയ്യൂല, ഇനി വേണമെങ്കിൽ കഅബ എന്നെ തവാഫ് ചെയ്യണം, എന്നെ തവാഫ് ചെയ്യണം. അങ്ങനെ ഇളകി തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാഹ് വിളിച്ചോവർ. കഅബാലയം ഇളകി മറിഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യാൻ തുടങ്ങിയപ്പോ ആകാശലോകത്തുനിന്ന് അല്ലാഹ് വിളിച്ചു, എത്ര റിഫായി, അവിടെ പ്രശ്നം ഉണ്ടാക്കല്ല, ഞമ്മക്ക് പരിഹാരം ഉണ്ടാക്കാം. അല്ലാഹ് കാണ് കൂണ് ചോദിക്കാം, റിഫായി കഅബ പ്രശ്നം ഉണ്ടാക്കല്ല, ഞാനൊരു പരിഹാരം ഉണ്ടാക്കി. നിങ്ങൾക്കിത് വിശ്വാസം ഉണ്ടോ സുഹൃത്ത്? ഞാൻ സുബൈർ ഇത് വെറുതെ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു പോവുകയാണ്. തെളിവ് ഞാൻ പറഞ്ഞത്, റിഫായി മാല തുറക്കൂ, ഇങ്ങനെ സംഭവം അതിലില്ല എങ്കിൽ പറയൂ. ഇത് വിശ്വസിക്കുന്നവരെ ഇസ്ലാമിൽ ഇതുണ്ടോ? പടച്ചവനെ നിന്ദിക്കുക, അല്ലാഹു അക്ബർ എന്ന് പ്രസംഗിക്കുക, എന്നിട്ട് അതിന് നേരെ വിപരീതം. നിസ്കാരം കഴിഞ്ഞ് അഫ്ളലു ദിക്ർ പറയാ, അതിന് നേർ വിപരീതം പാടി നടക്കുക. ഇതിവിടെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം. ഇത് ഓരോരുത്തന്റെയും പരലോകത്തെ വിഷയ. ഷിയാക്കൾ മൗലിദുണ്ടാക്കി, ഷിയാക്കൾ ഫാത്തിമ ബീവിനെ അങ്ങോട്ട് മദ്ഹ് പറഞ്ഞ് അങ്ങനെ കേറിയിട്ട് അല്ലാഹു തആല വ തആല വ തആല അല്ലാഹു തആല വ തആല ബിറിളാ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിന്റെ തൃപ്തി കൊണ്ട് അല്ലാഹ് ഉന്നതനായിരിക്കുന്നു. ഇവിടെ ആരാ വലുതായത്, ആരാ ചെറുതായത്? എല്ലാ മൗലൂദിന്റെ ഉള്ളടക്കം നോക്കിക്കോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുതിയതായി രൂപാന്തരപ്പെട്ടു വന്ന സാധനങ്ങളെല്ലാം പിഴവിലാണ്. തുബിയത്ത്, ഹദ്ദാദ്, റാത്തീബ്, മങ്കൂസ്, നാരിയ സ്വലാത്ത്,
കമാലിയ സ്വലാത്ത്. പടച്ച റബ്ബേ, നിങ്ങൾ സ്വലാത്തിന്റെ കഥ കേൾക്കണം. കമാലിയ സ്വലാത്ത് ഉണ്ടാക്കിയത് എൻ്റെ ജില്ല പാലക്കാട്, അതിന്റെ അപ്പുറത്ത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇടയ്ക്ക വഴിക്ക് പോകാറുണ്ട്. അപ്പോ തൃശ്ശൂർ ജില്ലയിൽ കമാലിയ സ്വലാത്തുകാരൻ സ്വലാത്ത് ഉണ്ടാക്കി. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ജീവിക്കാൻ ഒരു മാർഗം വേണമല്ലോ. അങ്ങനെ സ്വലാത്ത് ഉണ്ടാക്കി കമാലിയ സ്വലാത്ത് ഇങ്ങനെ പൊടിപ്പായി ഇത് ചൊല്ലിയാൽ ലോകം മാറും. ഈ സദസ്സിൽ വന്നിരുന്ന് സമ്പത്ത് പൈസ ബക്കറ്റിലിട്ടാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. ഇവിടെ വന്നിരുന്ന് മജ്‌ലിസിലിരുന്ന് ആമീൻ പറഞ്ഞാൽ ക്യാൻസർ മാറും. ആളുകൾ ഒഴുകാൻ തുടങ്ങി, ഒഴുകി വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതല്ല, ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വായിക്കാൻ കിട്ടുന്ന അവരുടെ സ്വന്തം മാസികയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ആളുകളുടെ എണ്ണം കൂടി. ഒരിക്കലതാ സ്വലാത്ത് ഇങ്ങനെ തുടങ്ങിയപ്പോൾ വികലാംഗനായ ഒരു മനുഷ്യൻ സദസ്സിലേക്ക് കയറി വന്നു. അയാൾ മുമ്പിലെ കസേരയിൽ വന്ന് വികലാംഗനായി ആകെ എഴുന്നേറ്റ് അദ്ദേഹം നടക്കാൻ കഴിയാതെ വന്നിരുന്നു. സദസ്സെല്ലാം കഴിയാൻ സമയത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു പോകുന്ന സമയത്തതാ അദ്ദേഹം എഴുന്നേറ്റ് വികലാംഗനല്ലാതെ മാന്യമായ ആരോഗ്യത്തോടെ നടക്കാൻ തുടങ്ങി. ജനങ്ങൾ എഴുന്നേറ്റ് നിന്നു, തക്ബീർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, എല്ലാവരും മകമഴിഞ്ഞ് പൈസ സംഭാവന ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ചില ബുദ്ധിമാന്മാർ അന്വേഷിച്ചു, ആരാണ് ആ വികലാംഗൻ? ഇത്ര പെട്ടെന്ന് മാറിയോ? ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടെന്നില്ലല്ലോ, ഇവിടെ പോകുമ്പോഴത്തേന് മാറിയോ എന്നറിയാൻ വേണ്ടി അന്വേഷിച്ചപ്പോ പിടിച്ചു. അന്വേഷിച്ചതാരാ? കൊല്ലം ജില്ലയിലെ ഒരു നാടക നടനായിരുന്നു. 2000 രൂപ കൊടുത്തുകൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നെന്ന് മാസികയിൽ എഴുതി വിട്ടിട്ടുണ്ട്. അഭിനയിക്കുക, ഇങ്ങനെ വരണം, 2 ബക്കറ്റിക്ക് പൈസ ഇടണം, ഈ മുമ്പിൽ വന്നിരിക്കണം, എന്നിട്ട് പോകുമ്പോൾ അതൊന്നും കാണിക്കാതെ പതുക്കെ നീച്ചു പോകണട്ടോ എന്നൊക്കെ പറഞ്ഞ് അഭിനയിപ്പിച്ച് തട്ടിപ്പ് നടത്ത സ്വലാത്തിന്റെ പേര് പറഞ്ഞു. സുഹൃത്തുക്കളെ, സ്വലാത്തിൽ എന്തിനാ ബക്കറ്റ്? ദിക്ർ ചൊല്ലാൻ എന്തിനാ സംഭാവനപ്പെട്ടി? ഇത് പാർസൽ അയക്കാൻ കൊറിയർ ഒന്നുമല്ലല്ലോ. പലയിടത്തും ഭയങ്കര പാർസലാ, സ്വലാത്ത് പാർസല്. ചില വീടുകളിലൊക്കെ മരണം സംഭവിച്ചാല് പിന്നെ പാർസലാണ്. ചിത്ര സ്വലാത്ത് അല്ലേ, ഞാൻ 700 സ്വലാത്ത് അല്ലേ, ഖദീസുമ്മ 700 സ്വലാത്ത്, മദീനത്തേക്ക് പാർസൽ. ചിത്രം ചൊല്ലി ആയിഷുമ്മ 150 സ്വലാത്ത്, ഉള്ള വക പാർസൽ. ഇവരൊക്കെ മദീനത്തേക്ക് ഇങ്ങനെ പാർസൽ അയക്കുക. നമ്മൾ അങ്ങോട്ട് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പടച്ചോനെ സ്വീകരിക്കാൻ, യഥാർത്ഥ സ്വലാത്ത് ചൊല്ലുന്നതിനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ പ്രത്യേക മലായിക്കത്തുകൾ വരെ ഉണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ടത്, പാലിക്കേണ്ടത് ഇസ്ലാമിലെ സ്വലാത്താണ്. അതിന് നിങ്ങൾക്ക് വാർഷികം വരൂല, അതിന്റെ പേരിൽ ഒരു പൈസ പിരിക്കൂല, അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു തട്ടിപ്പിന് ഇരയാകേണ്ടി നിങ്ങൾ വരൂല. എത്ര വ്യക്തമാണ്. ഇനി മാത്രമല്ല, ഈ മഹാന്മാരായ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിലും മക്കാമുകൾ, ദർഗകൾ, ജാറങ്ങൾ പൊട്ടിമുളക്കാൻ തുടങ്ങി. വായിക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്. ഞാൻ 1-2 ദിവസങ്ങളിലെ യാത്ര ആയതുകൊണ്ട് സുദീർഘിപ്പിക്കുന്നില്ല. ആരും എഴുന്നേറ്റ് പോകണ്ട, നിങ്ങൾ ബേജാറാവേണ്ട, വേഗം അവസാനിപ്പിക്കും. അപ്പോൾ ഈ ജാറദർഗകളിലുള്ള ഇവരുടെ ചൂഷണത്തിന്റെ വലിയ ഉദാഹരണങ്ങളാണ്. ഓരോ ജാറങ്ങളുടെ പോരിശങ്ങനെ പറയാൻ തുടങ്ങും. പറഞ്ഞു പറയാൻ പറ്റുന്നതും പറ്റാത്തതും പറയും. സത്യം പറഞ്ഞാൽ ഈ ഖബറുകൾ സന്ദർശിക്കാൻ പറഞ്ഞത് എന്തിനാണ്? ഫസൂറുഹാ. ഇസ്ലാമിൽ ദർഗയില്ല, ഇസ്ലാമിൽ ജാറമില്ല, ഇസ്ലാമിൽ ഖബറേ ഉള്ളൂ. ആ ഖബർ നിങ്ങൾ സന്ദർശിക്കണം, ആ ഖബർ നിങ്ങൾ കാണണം, അവിടെ സിയാറത്ത് ചെയ്യണം. എന്തിനാണ്? ബലൂണ് മേടിക്കാനല്ല, ആന കൊണ്ടാനല്ല, അവിടെ വാദ്യമേളത്തിനല്ല, ഗാനമേളക്കല്ല. എന്തിനാ ഖബർ സന്ദർശിക്കുന്നത്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ വതുദക്കിറുകുമുൽ ആഖിറ. മരണം ചിന്തിക്കാനാണ്, പരലോകം ചിന്തിക്കാനാണ് ഖബർ സിയാറത്ത്. നമ്മളൊക്കെ പോകുന്നവരുമാണ്. എന്നാൽ ഖബർ തേടി ഓരോ ദിക്കുകളിൽ നിന്ന് ദിക്കുകളിലേക്ക് സിയാറത്ത് എന്ന പേര് പറഞ്ഞുകൊണ്ട് യാത്ര പോവുകയാണ്. അതിന്റെ നേതൃത്വത്തിലാണ് പോണത്. എവിടേക്കാ പോകുന്നത്? പ്രസിദ്ധമായ പല ജാറങ്ങളിലേക്കുമാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ആദ്യം തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് വസിയത്താണ്. നമ്മുടെ നേതാവിന്റെ വസിയത്ത് ആരാ നാട്ടിൽ പാലിക്കുന്നത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. യഹൂദികളും നസാറാക്കളും അല്ലാഹുവിന്റെ ശാപത്തിനിരയായി. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി. അല്ലേ? പള്ളി ദർസിലുണ്ട് കിതാബ്, സ്വഹീഹുൽ ബുഖാരി ഉണ്ട്, സ്വഹീഹ് മുസ്ലിം ഉണ്ട്. പള്ളി ദർസിൽ ഒന്ന് വായിക്കുക, അൽ ഖുബൂർ എന്ന പാഠമെടുത്ത് വായിച്ചു നോക്ക്. അള്ളാന്റെ ശാപത്തിനിരയായ വിഭാഗം. എന്താ കാരണം? അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി.
അമ്പിയാക്കന്മാരെ ഖബർ ആരാധിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ നമ്മളെ നാട്ടിലെ ഖബറുകൾ പറ്റുമോ? നമ്മുടെ നാട്ടിലെ ഖബർ എന്താ അവസ്ഥ? ഒരു പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് ഉമർ ഖാദി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. കറാമത്ത് കേട്ടോളി, അവര് പാടുന്ന പാട്ടാണ്, നമ്മൾ പാടി നോക്കിയതാണ്. ഊരും പേരും അറിയൂല, എന്ത് ഫേമസ് ആണ്. പേരറിയില്ല, മുസ്ലിം ആണോ എന്നറിയില്ല, നാടറിയില്ല. മുനമ്പത്ത് ബീവിന്റെ ജാറത്തിലേക്ക് സിയാറത്ത് ടൂർ പോകുന്ന മനുഷ്യരെ, ആ നാട്ടിലെ ചരിത്രം നിങ്ങളാണ് പറയുന്നത്. വേണ്ട, അവിടെ 2 മൃതശരീരങ്ങൾ വന്നടിഞ്ഞു. ഒന്ന് പെണ്ണിന്റെ ആയിരുന്നു, ഒന്ന് ആണിന്റെ ആയിരുന്നു. രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത SI ഇപ്പോഴും ചങ്ങരംകുളത്ത് ജീവിച്ചിരിപ്പുണ്ട്. പോയൊന്ന് അന്വേഷിച്ചു നോക്കി എന്താ ചരിത്രം. കറാമത്തിന്റെ കട്ടങ്ങട്ട് അടിയും. ഊരും പേരറിയാത്ത ആളുകളുടെ കബർ തേടി നടക്കുക. ഓച്ചിറ ഉപ്പൂപ്പാന്റെ കബർ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓച്ചിറ ദാമോദരൻ എന്ന മനുഷ്യർ, ഈ നാട്ടിലെ ഇതര മതസ്ഥരോട് സ്നേഹത്തോടെ ക്ഷമിക്കണം പറയേണ്ടി വന്നത്, ദാമോദരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓച്ചിറയിലെ കുപ്പസ്വാമി മരിച്ചു. പേപ്പറിൽ മാതൃഭൂമിയിൽ വാർത്ത വന്നു, ഓച്ചിറ കുപ്പസ്വാമി ഓർമ്മയായി. ഓക്കെ, കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ പറഞ്ഞു, അത് കുപ്പസ്വാമി ഒന്നല്ല മക്കളെ, ഇവിടെ കബറുങ്ങ് ജീവിക്കണ കുറച്ച് ആൾക്കാരുണ്ട്. ബിസിനസ്സാണ്, പൈസ കൊടുക്കാതെ, പൈസ ഇറക്കാതെ, ഷെയർ കൂട്ടാതെ ഒറ്റക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് ദർഗ. കിട്ടിയിരിക്കുന്നു ഒരു ജനാസ. ആരെയാ? ഓച്ചിറ ദാമോദരൻ എന്ന കുപ്പസ്വാമി. ആരാ ഉദ്ഘാടനം ചെയ്തു? വാർത്ത വായിച്ചോ? കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രായം കൂടിയ ഒരു നേതാവ് പറഞ്ഞു, ഇത് ഔലിയയാണ്. അതെങ്ങനെ ഔലിയയാണ്? പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി മിണ്ടാൻ പറ്റൂല. ഇനി ശിഷ്യന്മാർക്ക് മിണ്ടാൻ അവകാശമില്ല. ഇനി നാട്ടുകാരും പ്രതിരോധിക്കാൻ പാടില്ല. ഇനി സഹിച്ചോളണം. എന്താ പേര്? ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇപ്പോഴുണ്ട്. 2 പെട്ടിക്ക് വെച്ചിട്ട് പച്ചക്ക് മൂടിയിട്ട് ആളെ പേരാണ് മാറ്റി കൊടുക്കും. ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നാട്ടിൽ ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുന്നില്ല. തൃശ്ശൂർ ജില്ലയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ, തൃശ്ശൂർക്ക് ഇങ്ങോട്ട് പെരുമ്പിലാവുന്ന അങ്ങനെ കയറിപ്പോകുമ്പോൾ പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വലതു ഭാഗത്തൊരു വലിയ ജാറം കെട്ടിപ്പൊതിച്ചിട്ടുണ്ട്. പള്ളിക്കല്ലേ വരുമാനമില്ലാത്തുള്ളൂ, ജാറത്തിൽ നല്ല വരുമാന. ആരാണവിടെ? പെങ്ങൾ തങ്ങളാണ്. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഔലിയ. ക്ഷമിക്കണം, പറയേണ്ടി വരും. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച് 2 മക്കളുമായി ജീവിക്കുന്ന ഔലിയ. ഇവർക്ക് ഇസ്ലാമിന്റെ നിയമം ബാധകല്ലേ? നമ്മുടെ നാടിന്റെ പരിസരത്തുണ്ടല്ലോ അങ്ങനെയൊക്കെ. സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, നമസ്കരിക്കാറില്ലായിരുന്നു. പുസ്തകത്തിൽ എഴുതി വെച്ച കറാമത്താണ്. മലപ്പുറം ജില്ലയിലേക്ക് കടന്നോ, യാഹൂ തങ്ങൾക്ക് തിരൂര് 2 ജാറാണ്. 2 പെട്ടിയാണ്, 2 വരവാണ്, 2 ഉറൂസാണ്. സഹോദരങ്ങളെ, 175ാമത്തെ ഉറൂസ് വരാൻ പോവുകയാണ്. കമ്മിറ്റിക്കാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കൊല്ലത്തെ ഉറൂസ്? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഗംഭീരമായിരിക്കും, എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു അന്നദാനമായിരിക്കാം, ഹദ്ദാദായിരിക്കാം, റാത്തീബായിരിക്കാം. സെക്രട്ടറി പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ശിങ്കാരിമേളം ഉണ്ടായിരിക്കും, ഗജവാദ്യമേളങ്ങൾ ഉണ്ടായിരിക്കും. ഇതിന് പൈസ കൊടുത്ത്, ഇതിന് സിയാറത്തിന് പോണ നമ്മള് പൊട്ടന്മാരാവുകയല്ലേ? നമ്മളെ ചതിക്കുകയല്ലേ? നമ്മളെ പോക്കറ്റും ഈമാനും ഇസ്ലാമും പരലോകവും ഇവർ കൊന്നുകളയുകയല്ലേ? ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാനും നിങ്ങൾ കുറ്റക്കാരാവൂലേ? ഇതിന്റെ പേരിൽ വഴി തടഞ്ഞാൽ, ഇതിന്റെ പേരിൽ മഹല്ല് ബഹിഷ്കരിച്ചാൽ, ഇതിന്റെ പേരിൽ കൊല്ലിക്ക് പിടിച്ച് നിങ്ങൾ ശിരസ്സറുത്താൽ നഷ്ടമില്ല. ഇതൊരു ഹക്കാണ്. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഒരു കാഞ്ഞങ്ങോട്ടേക്ക് വന്നാൽ, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ചെന്നാൽ 4 ദിവസത്തെ വലിയ ഉറൂസ്. ആരുടേതാണ്? ഖബറിൽ കിടക്കുന്നത് ആരാ എന്നറിയില്ല. ഒരു മനുഷ്യന്റെ പേര് പറയാനില്ല. പേര് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. കാരണം ഖബറിലേക്ക് വന്നത്, ആ കടലിൽ നിന്ന് 2 കഷ്ണം കിട്ടിയത്, ഒന്ന് കാൽമുട്ട്, ഒന്ന് തല. അപ്പൊ പേരിടാൻ ഒന്നും കിട്ടിയില്ല. മുട്ടും തല ഔലിയ റളിയല്ലാഹു. വെറുതെ പറയണ്ട, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ പൈസ ചെലവാക്കിയിട്ട് പൊയ്ക്കോ, കാശില്ലെങ്കിൽ പറയ്. ഇത് പോയി അന്വേഷിക്കുക നിങ്ങൾ. ഇതൊക്കെ ജാറങ്ങളായി നടക്കുക.
ഈ അടുത്ത് ഉപ്പളയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉപ്പളയിൽ ഹൈവേ വികസനമാണ്. നമ്മൾ കൂടെ വന്നല്ലോ, ഹൈവേ വികസനം വന്നല്ലോ. കുറ്റിപ്പുറത്ത് ഹൈവേ വികസനം വന്നപ്പോ പറഞ്ഞു പള്ളി പൊളിച്ചാലും കുഴപ്പമില്ല, മൂടാൽ ജാറം പൊളിക്കരുത്. പള്ളി പോയ പോട്ട്, ജാറം പോയ പൈസ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് അത് പൊളിക്കരുത്. അതേപോലെ കാസർഗോഡ് ഉപ്പളയിൽ ഒരു വിഷയം വന്ന് അവസാനം തീരുമാനിച്ചു ഇത് പൊളിച്ചല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞു. ശരി, എന്നാ എടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും ഞങ്ങൾക്ക് മാറ്റി സ്ഥാപിച്ചു തരണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അത് പതുക്കെ JCB കൊണ്ട് കൊടുത്തിട്ട് പുറത്ത് സൈഡുകൾ മാറ്റി വെച്ചു. അപ്പൊ നാട്ടിലെ ചില ആൾക്കാർക്ക് തോന്നി നമ്മൾ കുറെ കാലമായി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഈ ഖബറിന്റെ ഉള്ളിൽ എന്താന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ JCB കാരനോടൊന്ന് മാന്താൻ പറഞ്ഞു നോക്കുമ്പോ മേൽഖബർ തന്നെയല്ല, കീഴ്ഖബർ അതിന്റെ അടിയിലല്ലേ. അവിടെ ഈ ഖബർ എന്ന സംഭവം തന്നെ ഇല്ല. അവിടെ ഡെയിലി പ്രാർത്ഥനയും യാസീനോത്തും ചന്ദനത്തിരി ആകെ തല താഴ്ത്തി നടക്കണ മനുഷ്യന്മാർ പോകും. ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണും. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ജാറ സംസ്കാരം എവിടുന്നാണ്? ലഅനത്തുള്ള പറഞ്ഞ സംസ്കാരം എവിടുന്നാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? ജാറം ഒരു നാട്ടിൽ ഇല്ലാതാക്കണോ? ഒറ്റ വഴിയുള്ളൂ, ആ സൈഡിലുള്ള പെട്ടികളുണ്ടല്ലോ, ആ പെട്ടി അങ്ങോട്ട് ഊരി മാറ്റിയാൽ നമ്മുടെ നാട്ടിൽ ആരും ദർഗമക്ക് പോകില്ല. അതിങ്ങനെ നടത്തുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപന്റെ വരുമാനല്ലേ. 2 കൂട്ടരും മത്സരിക്കല്ലേ. ഞാനൊരു ഉദാഹരണം പറയാം. 1987 കണക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 2002 കണക്ക് ഞാൻ വായിക്കാം. മമ്പുറം മക്കാമിൽ 2002 ദിനം പ്രതി 30,000-നും 60,000-നും ഇടയിൽ രൂപ വരുമാനം ഈ മക്കാബിൽ നിന്ന് ലഭിക്കാറുണ്ട്. സിറാജ് ദിനപത്രം 2002 ഫെബ്രുവരി 10. ഈ ബിസിനസ് എവിടെ നടക്കുക? ദിനം പ്രതി 30,000-നും 60,000-നും ഇടയിൽ. ഇനി അത് മാത്രമല്ല, ഇനി മറ്റു പല ജാറദർഗങ്ങളിലുള്ള വരുമാനം പറയാം. ഏർവാടിയിലേക്ക് പോകുന്ന അല്ലെ, അവിടുത്തെ ബാദുഷന്റെ ഖബർ തേടി പോകുന്നവരെ, മാനസിക രോഗികളെ കൊണ്ടുപോയി അവിടെ ചങ്ങലക്കിടുന്ന പ്രിയപ്പെട്ടവരെ ഒരു ഡോക്ടറെ കാണിക്കൂ. അതിന്റെ യഥാർത്ഥ ചികിത്സയിലേക്ക് നിങ്ങൾ പോകൂ. എത്രയോ ജീവനുകൾ കത്തിക്കരിഞ്ഞിട്ടാണ് അവിടുന്ന് ചങ്ങലയിൽ അന്ന് കിട്ടിയത്. ആ ഏർവാടിയിലെ ചരിത്രം പറയാണ്. ഏർവാടിയിലെ പെട്ടി 3 മാസത്തിലൊരിക്കലാ തുറക്കാറ്. മതി, 15 ലക്ഷം രൂപ ശരാശരി ഉണ്ടാവുമത്രേ. ഇത് 150-ലധികം വരുന്ന കമ്മിറ്റി മെമ്പർമാർക്ക് വീതിച്ചു നൽകുന്നു. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അവിടെ പോയിട്ട് വർക്കത്തുണ്ടാകുമെന്ന് വിചാരിച്ച് 150 കമ്മിറ്റിക്കാർ വീതിച്ചു നൽകുന്നു. ദർഗാ നടത്തിപ്പിനുള്ള ചെലവുകളും ഇതിൽ നിന്നാണ് എടുക്കാറുള്ളത്. ഒരു 0 പള്ളി, ഒരു LED ബൾബും ഒരു 4 ചന്ദനത്തിനും മേടിക്കാനുള്ള പൈസ അതിന് എടുക്കലുണ്ട്. ഇനി അനർഹരും അപ്രശസ്തരുമായ ചിലർ മരിക്കുമ്പോഴേക്ക് അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി നേർച്ചയും ഉറൂസും ഒക്കെ നടത്തി വരുമാനമാർഗമാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. ആരതൊക്കെ പറഞ്ഞറിയോ? മഖബറ ആചാരവും അനാചാരവും PSK മൊയ്തുവാ കവി മാടവന. ഓരോ ജാറദർഗകളിലെ കഥകൾ ഇങ്ങനെ പുറത്തു വരികയാണ്. അവിടെ നടത്തിപ്പുകാരായ ആളുകൾ ചെയ്തു കൂട്ടുന്ന അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. ഓരോ സിയാറത്ത് ടൂറുകൾ പോകുന്നവരും ആലോചിച്ച് നോക്കുക. ഒരു ആള് അപ്പുറത്ത് ഇങ്ങനെ ഭീമാപ്പള്ളിയിലെ ചരിത്രം പറയാണ്. ഭീമാപ്പള്ളിയിൽ ഇങ്ങനെ വരുമാനം ഇങ്ങനെ കൂടി വരിക. അപ്പൊ അതിന് നടത്തിപ്പുകാരനായിരുന്ന ലബ്ബ എന്ന് പറഞ്ഞ ആള് സൈഡിൽ വേറൊരു ദർഗ ഉണ്ടാക്കി. ഇത് ബിസിനസ് ആണല്ലോ. അയാൾ പറഞ്ഞു അതിനേക്കാൾ സൗകര്യവും ഗുണവും കിട്ടുക ഇവിടെയാണ് എന്ന് പറഞ്ഞ് ലബ്ബ വേറെ ഒരു ദർഗ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വാർത്ത വന്നു. മലയാള മനോരമ 2009 ഭീമാപ്പള്ളിയിലെ ലബ്ബ കുത്തേറ്റു മരിച്ചു, കൊന്നട് കളഞ്ഞു. അത് ശരി, ഞങ്ങളെ ദർഗനെ പൊളിക്കാൻ നോക്കുക. നേർച്ച സ്വീകരിക്കുന്നതിനിടെ ഭീമാപ്പള്ളിയിലെ ലബ്ബയെ വായിൽ കത്തി കുത്തി ഇറക്കി കൊലപ്പെടുത്തി. നാട്ടുകാർ പിടികൂടിയ പ്രതിയെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിൽ എത്തിക്കുന്നത് ഒരു വിഭാഗം തടഞ്ഞത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. എന്തിനാണ് ഖബർ സിയാറത്ത്? അതിനെന്തിനാ ആന, അമ്പാരി, എന്തിനാ ഗാനമേള, എന്തിനാ പടക്കം പൊട്ടിക്കൽ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മരിക്കുന്നതിന്റെ മുമ്പതാ നബി തങ്ങൾ ആവശ്യപ്പെടുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു ഉത്സവ ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് റബ്ബേ. ഇത് പറ്റാത്തോണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൈ
യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറുകളെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത് പടച്ചോനെ. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇന്നും അവിടെ വെച്ചൊന്ന് നിങ്ങൾക്ക് പൊട്ടിക്കരയാൻ, നബിതങ്ങളോടൊന്ന് പ്രാർത്ഥിക്കാൻ, സലാം പറഞ്ഞ് പോരാനല്ലാതെ നബിതങ്ങളോട് സങ്കടം പറയാൻ അവിടുത്തെ ശുർത്താ പോലീസുകാരെ സമ്മതിക്കൂല. നബിതങ്ങളുടെ പ്രഖ്യാപനമാണ്. യഥാർത്ഥ ശുഹദാക്കളായ ഉഹദ് ശുഹദാക്കൾക്ക് ദർഗയില്ല, യഥാർത്ഥ ശുഹദാക്കളായ ബദരീങ്ങൾക്ക് ദർഗയില്ല, ജാറമില്ല, ഉറൂസില്ല. യഥാർത്ഥ ശുഹദാക്കളായ തബൂക്കിൽ ജാറമില്ല, ദർഗയില്ല. ഉഹദ് ശുഹദാക്കളുടെ ഖബർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു പേര് പോലും എഴുതി വച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചാ കുഞ്ഞേടത്ത് അവറാൻകുട്ടി എന്നൊക്കെ പറഞ്ഞ് പേരെഴുതി വെക്കുന്നവരെ, ഉഹദ് ശുഹദാക്കളുടെ ഖബറിങ്ങൾ ഒരു പേര് പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിന് അവർ പോരിശ കുറവായത് കൊണ്ടല്ല, ഇസ്ലാമിക മര്യാദയാണ്. അതിനേക്കാളും വലിയ മഹത്വം നമുക്കില്ലല്ലോ. ഇങ്ങനെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് കാര്യങ്ങളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ദീനിലില്ലാത്ത ആചാരങ്ങൾ കടന്നു വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൂറുകണക്കിന് മിമ്പറിന്റെ മുകളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും വഴികേടിലാണ്, നാശത്തിലാണ്. മതത്തിലില്ലാത്തത് പുതുതായി ഉണ്ടാക്കിയ ദിക്റായാലും സ്വലാത്തായാലും ദിക്ർ ഹൽക്കയായാലും സ്വലാത്ത് വാർഷികമായാലും എന്തൊക്കെ ദീനിൽ ഇല്ലാത്തത് പുതുതായി എന്ത് പോരിശ പറഞ്ഞാലും ഇത് വലാലത്താണ്, വഴികേടാണ്. വലാലത്ത് മുഴുവൻ നരകത്തിലാണ്. ഹൗദുൽ കൗസർ ഏറ്റവും പോരിശയായി ഈ ഉമ്മത്തിന് ലഭിക്കുന്ന ഹൗദുൽ കൗസർ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് കിട്ടുന്നതാണ്. അത് കുടിച്ചാൽ ലം യദ്മഉഹു അബദാ, പിന്നെ ഒരിക്കലും ദാഹം ഉണ്ടാകൂല. പക്ഷെ അതിന്റെ മുമ്പിലേക്ക് കുടിക്കാൻ വേണ്ടി വരുന്ന ചില ആളുകളെ ചൂണ്ടിക്കാണിച്ച് നബിതങ്ങൾ അതാ അവിടെ വരുന്ന സമയത്ത് മറയിടപ്പെടുകയാണ്. എന്തു പറ്റി നബിയെ? നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ദീനിൽ മാറ്റം വരുത്തിയവരാണ് അവർ. നബിതങ്ങൾ ദേഷ്യത്തോടെ പറയും, സുഹഖൻ സുഹഖാ ലിമൻ ഗയ്യറ ബഅദീ. എന്റെ കാലശേഷം ദീനിലില്ലാത്തത് തുന്നിച്ചേർത്തവരെ ദൂരേക്ക് ദൂരേക്ക് പോകൂ. മഹാനായ ഇമാം സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, കള്ളു കുടിക്കുന്ന മനുഷ്യൻ, മദ്യപാനി തൗബ ചെയ്യും, പലിശക്കാരൻ തൗബ ചെയ്യും, കൊലപാതകി ചെയ്ത തെറ്റിന്റെ പേരിൽ തൗബ ചെയ്യും, എല്ലാ നുണകളും ഏഷണികളും പറയുന്നവൻ തൗബ ചെയ്ത് നന്നാവും. ഫഇന്നൽ മുബ്തദി, ദീനിലില്ലാത്ത ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യർ ലാ യുതാബ്, ഒരു തൗബ പോലും ചെയ്യൂല. കാരണം അവൻ ചെയ്യുന്നത് മുഴുവൻ അവന് ശരിയാണ്. തെറ്റുണ്ടെങ്കിലല്ലേ തൗബ ചെയ്യാ? ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും അല്ലാഹുവേ എൻ്റെ ഈ പാപത്തിന് എനിക്ക് പുറത്തു തരണേ എന്ന് അവർ പറയില്ല. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പരലോകം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയൂല. ഉറപ്പാണ്. പകല് പോലെ രാത്രി പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. ആ നരകത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യരെ കൊണ്ടുവരികയാണ്. പാപികളായ മനുഷ്യന്മാര് അവിടെ നരകത്തിലെത്തി ഇനി രക്ഷയില്ല എന്നറിയുമ്പോൾ അവർ പറയാണ്, റബ്ബനാ ഇന്നനാ അത്അനാ സാദതനാ വകുബറാനാ. ദുനിയാവിൽ നേതാക്കന്മാരെ, സാദാത്യങ്ങളെ, കുബറാക്കന്മാരെ അവരുടെ വേഷം കണ്ടപ്പോ, അവരുടെ കാട്ടിക്കൂട്ടൽ കണ്ടപ്പോ, അവരുടെ വരവും പോക്കുമൊക്കെ കണ്ടപ്പോ ഇതാണ് ദീന്, ഇതാണ് ശരിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഫാദല്ലൂന സബീല, ഞങ്ങളെ അവര് വഴി പിഴപ്പിച്ചു. പടച്ചോനെ, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇനി എന്താ ചെയ്യുക? റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്. റബ്ബേ, ഈ സാദാത്യങ്ങൾക്ക്, ഈ കുബറാക്കന്മാർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറാ.
വലിയ ശാപത്തിനിരയാക്കണേ. ഈ ദുനിയാവിൽ സ്നേഹിച്ചവരാണ്, ഭക്ഷണം കൊടുത്തവരാണ്, സമ്മാനങ്ങൾ കൊടുത്തവരാണ്, വരിസംഖ്യ കൊടുത്തവരാണ്, കാർ ആവശ്യപ്പെട്ടപ്പോൾ കാറ് കൊടുത്തവരാണ്, വീട് വെച്ച് കൊടുത്തവരാണ്. എല്ലാ സ്നേഹവും വാരിക്കോരി കൊടുത്ത ആളുകൾ നമ്മളെ പിഴപ്പിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമാലോചിച്ച് നോക്ക്. റബ്ബേ, ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേറെ ചില മനുഷ്യരുണ്ട്, അവർ ദുനിയാവിൽ ദീന് പറഞ്ഞപ്പോൾ അനുസരിച്ചില്ല, അള്ളാന്റെ ആയത്ത് പറഞ്ഞു അനുസരിച്ചില്ല, നബി തങ്ങളുടെ ഹദീസ് പറഞ്ഞു കൊടുത്തു അനുസരിച്ചില്ല. പരലോകത്ത് നരകത്തിന്റെ മുമ്പിൽ വന്ന് വിലപിക്കുകയാണ്. യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഈ കാണുന്ന മനുഷ്യനെ ഞാൻ കൂട്ടുകാരനാക്കിയിരുന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നല്ലോ. ഈ ചങ്ങാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ഈ കൂട്ടുകാരന്റെ പ്രേരണയിൽ, ഈ കൂട്ടുകാരന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്തു പോയല്ലോ എന്ന് വിലപിക്കുന്ന നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ബേജാറാകേണ്ടതുണ്ട്. നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ-അംറു യൗമഇദിൻ ലില്ലാഹ്. സർവ്വ നിയന്ത്രണങ്ങളും അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒരു ദിക്ർ ചൊല്ലാൻ, ഒരു സ്വലാത്ത് ചൊല്ലാൻ, ഒന്ന് സലാം പറയാൻ സാധ്യതകളില്ലാത്ത ലോകമാണ്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഉത്തരവാദിത്തമുണ്ട് കുടുംബത്തിൽ. കുടുംബത്തിൽ അരാജകത്വം നടക്കരുത്, അനീതി നടക്കരുത്, ഭാര്യയുടെ അവകാശങ്ങൾ നിഷേധിക്കരുത്, ഭാര്യമാർക്ക് ലഭിക്കേണ്ടുന്ന പരിഗണന നഷ്ടപ്പെട്ടു പോകരുത്. പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്തണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. മര്യാദയോടെ ഭാര്യമാരോട് പെരുമാറണം. ഖിയാറുക്കും ലിഅഹ്ലിഹി. ഏറ്റവും നല്ല മനുഷ്യൻ തന്റെ വീട്ടിൽ നന്നായി പെരുമാറുന്നവരാണ് ഭാര്യമാരെ. ഭർത്താക്കന്മാരാണ് നമ്മുടെ സ്വർഗം. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. ഉറപ്പാണ്, സംശയമല്ല. നമ്മുടെ സ്വർഗം തീരുമാനിക്കുന്നത്, നമ്മുടെ നരകം തീരുമാനിക്കുന്നത് ഹുവ ജന്നതുകി വനാറുകി. നിന്റെ സ്വർഗമാണ് ഭർത്താവ്, നിന്റെ നരകമാണ് ഭർത്താവ്. അനുസരിക്കാൻ കഴിയണം, സ്നേഹിക്കാൻ കഴിയണം. ഡിമാൻഡുകളില്ലാതെ, നിബന്ധനകളില്ലാതെ, പരസ്പര വെറുപ്പില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെട്ട് മരിക്കുന്ന അവസ്ഥയുണ്ടാകണമെന്ന ചിന്തയുണ്ടാവണം. ഏറ്റവും അധികം മക്കളെ സ്നേഹിക്കാൻ, താലോലിക്കാൻ, ചുംബിക്കാൻ, പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ. ലഹരി പെരുകുന്ന, സൈബർ കുറ്റകൃത്യങ്ങൾ വ്യാപിക്കുന്ന, ഓൺലൈൻ പ്രശ്നങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മഹത്യ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 7 വയസ്സുകാരൻ മുതൽ മൊബൈൽ ഫോൺ കിട്ടാത്തതിന്റെ പേരിൽ ബാത്റൂമിനകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്ത ദയനീയമായ വാർത്ത കേട്ട് കരയുന്നവരാണ് നമ്മൾ. നമ്മുടെ വീടിനകത്ത് പിഞ്ചോമന മക്കൾ എവിടുന്നാണ് ആത്മഹത്യ പഠിക്കുന്നത്, എവിടുന്നാണ് ലഹരി പഠിക്കുന്നത്, എവിടുന്നാണ് സെക്സ് പഠിക്കുന്നത്? നമ്മൾ ഉത്തരവാദികളല്ലേ പ്രിയപ്പെട്ടവരെ? ആരെയും പഴിചാരാൻ നമുക്ക് വകുപ്പുകളില്ല. മക്കളെ ചേർത്ത് പിടിക്കണം, സംസാരിക്കണം, തലോടണം, അവർക്ക് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ നന്മകൾ കൊടുക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട പണികൾ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ലഹരി നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളെ, നാട്ടുകാരെ, സ്നേഹത്തോടെ ഞാൻ പറയുന്നു, മദ്യപാനം മാത്രമല്ല, കഞ്ചാവ് മാത്രമല്ല, MDM മാത്രമല്ല, നിങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് ലഹരിയാണ്. വലിക്കാൻ പറ്റൂല, വലിക്കാൻ പറ്റുകില്ല, മുസ്ലിമിന് പറ്റൂല. കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും ഹറാമാണ്, എല്ലാ ലഹരിയും ഹറാമാണ്. ഭാര്യമാരെത്ര സഹിക്കുന്നു? ആ ചുണ്ടിന്റെ അവസ്ഥ എന്താണ്? ഒരു പേരക്കുട്ടിക്ക് ചുംബനം കൊടുക്കാൻ പറ്റുമോ? ഈ അങ്ങാടിയിലെ കച്ചവടക്കാരെ, നിന്റെ കടയിൽ ഇന്നലെ വരെ സിഗരറ്റ് ഉണ്ടോ? ഇന്ന് രാത്രി തൗബ ചെയ്തോ? നീ നിന്റെ കുടുംബത്തിനും മക്കൾക്കും തിന്നാൻ കൊടുത്തത് ഹറാമാണ്. നാട്ടിലെ ക്യാൻസർ കച്ചവടക്കാരനാണ് നീ. നിനക്ക് ദേഷ്യമുണ്ടെങ്കിലും ഞാൻ പറയുന്നു, ഇന്നു മുതൽ നീ തീരുമാനിച്ചോ, ഈ നാട്ടിലെ ക്യാൻസർ വ്യാപാരിയാണ് നീ. ഹാൻസ് കച്ചവടക്കാരാ, ക്യാൻസർ ബാഗാണ് നീ കച്ചവടം ചെയ്യുന്നത്. നീ ചെയ്യുന്നത് നാട്ടിലെ വഞ്ചനയാണ്. നിന്റെ മകൻ ഒരു വലിക്കാരനാകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ മകളുടെ ഭർത്താവ് ഒരു വലിക്കാരനാകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവസാനം ശ്വാസകോശം നഷ്ടപ്പെട്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ട്, വീട്ടുകാരും നാട്ടുകാരും പഴിചാരിയിട്ട് നിനക്കത് വേണം, നീ വലിക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്ര പോകേണ്ടവരാണോ നമ്മൾ? ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. നിങ്ങൾ നിങ്ങളുടെ ജീവനെ കൊല്ലരുത്.
വിഷം കുടിക്കണോൻ കുടിച്ചു ചാകുന്നു, കള്ളു കുടിക്കണോൻ കുടിച്ചു ചാകുന്നു, വലിക്കണോൻ പതുക്കെ 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 അവന്റെ ജീവൻ നശിപ്പിക്കുകയാണ്. യുവാക്കളെ, ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. തസ്ഫിയ സമ്മേളനത്തിൽ യൂത്ത് കോൺഫറൻസുമായി ബന്ധപ്പെട്ട ചർച്ച വന്നല്ലോ. ഫെബ്രുവരി 10-നും 11-നും മലപ്പുറം ജില്ലയിൽ നടക്കുക. ഈ സദസ്സിലിരിക്കുന്ന യുവതികളോടും യുവാക്കളോടും വളരെ താല്പര്യപൂർവ്വം പറയുകയാണ്, യുവാക്കളെ, നമ്മുടെ പ്രായം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വാപ്പാക്കും അമ്മാക്കും സുഖിക്കാൻ പറ്റണം. ഈ നാട്ടിലെ ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ നമുക്ക് അവരെ ആംബുലൻസുകളിലേക്ക് രോഗികളെ എടുത്തു മാറ്റാൻ നമുക്ക് കഴിയണം. റോട്ടിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ കാണാത്തവനെ കണ്ണുപൂട്ടി നടക്കുന്നവനായി ചെറുപ്പക്കാരെ മാറരുത്. അള്ളാന്റെ പരലോകത്ത് പ്രത്യേക പുരസ്കാരമെന്നോണം തണലിട്ട് വിരിക്കുന്നതാർക്കാണ്? ഒരു ചെറുപ്പക്കാരനാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരൻ. പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിക്കപ്പെട്ട മനുഷ്യൻ നമുക്കുണ്ടാകണം. യുവാക്കളെ, നമ്മുടെ കൂട്ടുകെട്ട്, യുവാക്കളെ, നമ്മുടെ തോന്നിവാസങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോണുകൾ, അവിഹിത ബന്ധങ്ങൾ, അന്യായമായ സമ്പത്ത്, മറ്റെല്ലാം നമ്മളൊന്ന് ആലോചിക്കുക. എല്ലാം ഇവിടെ ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു ദിവസത്തിൽ, നാളെ പരലോകത്ത് എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് പടച്ചോൻ ചോദിക്കാതെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയാത്തൊരു നാൾ വരാനുണ്ട്. നമ്മളൊന്ന് ജാഗ്രതയോടെ നമ്മുടെ സമയം, നമ്മുടെ ജോലി, നമ്മുടെ സമ്പത്ത്, വീട്, ഇബാദത്ത് ഒക്കെ ഒരു പ്ലാനിങ്ങിലേക്ക് വരണം. നമ്മളൊന്നുകൂടെ ജീവിതത്തിൽ ക്രിയാത്മകമാകണം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദഅ്വാരംഗത്ത് നമ്മൾ വേണം. ഒട്ടനേകം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ സമ്മേളനം ഇൻഷാ അല്ലാഹ് വലിയ പ്രതീക്ഷയാണ്. എല്ലാ യുവാക്കളും യുവതികളും അതിലേക്ക് എത്താൻ ഈ സമയം മുതൽ നമ്മൾ ആ ഡേറ്റ് നോട്ട് ചെയ്ത് മറ്റെല്ലാം മാറ്റിവെക്കുക. സഹോദരങ്ങളെ, ദീന് പഠിക്കലാണ് പരിഹാരം. ഞാൻ ഇവിടെ സംസാരിച്ച ഏത് വിഷയങ്ങളാവട്ടെ, ഞാൻ ഓതിവെച്ച ആയത്തുകളാവട്ടെ, സംശയമുള്ള ആളുകൾ ഈ സദസ്സ് കഴിഞ്ഞാൽ ഇതിന്റെ സംഘാടകരെ വിളിക്കണം, ബന്ധപ്പെടണം. അതേത് സൂറത്തിലാണ്, അതേത് ആയത്തിലാണ്, ആ ദർഗ എവിടെയാണ്, ഈ ജാറം എവിടെയാണ്, സംശയമുള്ളവർ ഇത് തീർക്കണം. എന്തിനാ? ഇത് പരലോകത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ ദീനിന്റെ പ്രശ്നമാണ്, ഖബർ മുതൽ നമ്മൾ അനുഭവിക്കുന്ന ലോകത്തിന്റെ പ്രശ്നമാണ്. അവിടെ വിജയിക്കാൻ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തോടെ, നന്മയോടെ, നസീഹത്തോടെ പഠിക്കാൻ ഇന്ന് നാട്ടിൽ അവസരമുണ്ട്. മൊബൈൽ ഫോണിൽ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്. 52 പ്രഭാഷകന്മാരുടെ 24 മണിക്കൂർ നേരത്തെ സംസാരങ്ങൾ സുഖമായി നമുക്ക് പഠിക്കാൻ. ലൈവ് കൗൺസിലിംഗ്, ഫാമിലി പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ പറ്റുന്ന കൗൺസിലിംഗ് ഉണ്ട്. ജമീൽ ആപ്പ് വീഡിയോ കണ്ട് പഠിക്കാം, വായിച്ചു പഠിക്കാൻ നിർപ്പദം വാരികയുണ്ട്. QHLS ഖുർആൻ പഠിക്കാൻ അവസരങ്ങളുണ്ട്. ആഴ്ചയിലെ 256 മണിക്കൂർ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നു, ഗ്രൗണ്ടിൽ പോകുന്നു, കളിക്കാൻ പോകുന്നു, ഉറങ്ങുന്നു, കഴിക്കുന്നു. 256 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ CRE പഠിക്കാൻ നമ്മൾ വിട്ടുകൊടുത്താൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് കൈവിട്ടുപോയല്ലോ, എൻ്റെ മകനെ തിരിച്ചു പിടിക്കാൻ. എൻ്റെ മകൾ ഒരുത്തൻ്റെ കൈപിടിച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, എൻ്റെ മകൻ ഏതോ ഒരു വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് പോലീസ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് വിലപിക്കുന്നതിൽ കാര്യമില്ല. സുഹൃത്തുക്കളെ, ഇന്ന് അവസരമുണ്ട് പഠിക്കാൻ. എത്രയോ CRE ക്ലാസ്സുകളിൽ കുട്ടികളില്ല എന്ന കാരണത്താൽ മാറ്റിവെക്കപ്പെടുന്നു. രക്ഷിതാക്കളെ, വീട്ടിൽ കുട്ടികളുണ്ട്, അവിടെ എത്താത്ത പ്രശ്നമാണ്. ചിന്തിക്കണം. ഇതൊരു മണ്ഡലം സമ്മേളനമായതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അവസാനം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ് നാളെ ഖബറിങ്ങിലേക്ക് നമ്മൾ എത്തുന്ന നേരത്ത്, നമ്മുടെ മുമ്പിലേക്ക് ഏതേത് സമയത്തും നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ കണികകളുമായി മരിക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ സദസ്സ് ഇവിടെ ഒരുക്കി തന്ന ഉമർ സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ ഒരു അവസാന സമയം വരെ ഈ സദസ്സിൻ്റെ നന്മകളെല്ലാം അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇതിൻ്റെ എല്ലാ പ്രതിഫലവും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു സഹോദരൻ
9 വയസ്സുള്ള തൻ്റെ മകന്, റിഷാൽ എന്ന് പറയുന്ന മകന് ചൊവ്വാഴ്ച ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. ഇതുവരെ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല. ബോധം നഷ്ടപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. ഒരു 9 വയസ്സുകാരൻ്റെ മകൻ്റെ അവസ്ഥയും ഒരു മാതാപിതാക്കളുടെ ദുഃഖവും നമുക്ക് എത്ര പേർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. ഡോക്ടർമാർക്ക് കൃത്യമായി എന്താണ് രോഗമെന്ന് നിർണ്ണയിക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. അല്ലാഹുവേ, ആ പൊന്നുമോനെ ഞങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ആ സഹോദരന് ശിഫ നൽകണേ റഹ്മാനെ, പൂർണ്ണമായ മോചനം നൽകണേ റഹ്മാനെ. ആ കുടുംബത്തിന് പടച്ച റബ്ബേ നീ സമാധാനവും ആശ്വാസവും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സ് അതുപോലെ തന്നെ അങ്ങാടിയിൽ ഈ ശബ്ദം കേട്ട ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും പടച്ച റബ്ബേ ഹിദായത്ത് നൽകണമേ. അല്ലാഹുവേ, നന്മയിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഒരു തിന്മകളോടും സഹകരിക്കാൻ ഞങ്ങളെ നീ സമ്മതിക്കരുത് റബ്ബേ. അല്ലാഹുവേ, നിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ നന്മകളിലും മുന്നിട്ട് വരാനുള്ള മനസ്സും ഈമാനും ഊർജവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലവിധ അപകടങ്ങളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, മാറാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഏറ്റവും വേഗത്തിൽ അതിൽ നിന്ന് മോചനങ്ങൾ നൽകണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ إنك لا تخلف الميعاد. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة. ربنا آمنا فاكتبنا مع الشاهدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على نبينا محمد والحمد لله رب العالمين.